എടി മായേ, ഇവളെവിടെ പോയി കിടക്കുകയാണ് ആവോ? എടി മായേ, എടി മായേ, നിന്നെയാണ് വിളിക്കുന്നത്. നീ ഇതെവിടെയാ ഉള്ളത്? ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നനെ. ദാ വരുന്നമ്മേ. എന്റെ അമ്മേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? നീ എന്തെടുക്കുവാടി അവിടുന്ന്? അയ്യോ അമ്മേ, ഞാൻ അടുക്കളയിലായിരുന്നു. ഓ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നീയാണ് അടുക്കളയിൽ നിന്ന് എല്ലാ ജോലിയും ചെയ്യുന്നതെന്ന്. എന്തേ, ഇന്ന് ജോലിക്കാളൊന്നും വന്നില്ലേ? വന്നമ്മേ. പിന്നെ എന്തിനാടി നീ അടുക്കളയിലേക്ക് ഇറങ്ങിയത്? അവർ ചെയ്യില്ലേ ജോലികളെല്ലാം? ഓ എൻ്റെ അമ്മേ, അവർ ജോലികളൊക്കെ ചെയ്യും. പക്ഷേ എല്ലാ സ്ഥലത്തും എൻ്റെ കണ്ണു നെട്ടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. അത് നിനക്ക് ഈ വലിയ വീട്ടിലൊന്നും നിന്ന് ശീലമില്ലാത്തത് കൊണ്ടാണ്. നിന്റെ വീട്ടിൽ ജോലിക്കാരികളൊന്നും ഇല്ലല്ലോ. അയ്യോ, എന്തിനാണ് അമ്മേ അതൊക്കെ ഇപ്പോൾ പറയുന്നത്? പിന്നെ പറയാതെ. നീ എൻ്റെ മോനെ കണ്ണും കൈയും കാണിച്ച് വളച്ചതല്ലേ? ഷോ, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. ഇപ്പോൾ എനിക്ക് 10-20 വയസ്സായൊരു മകളുണ്ട്. വീണ്ടും ഈ കഥകളൊന്നും പറയാതെ അമ്മേ. ആ മതി മതി, പറഞ്ഞതുപോലെ അവൾ എവിടെ? സോന. അവൾ എഴുന്നേറ്റില്ലെന്നാ തോന്നുന്നത്. എന്ത്? അവൾ എഴുന്നേറ്റില്ലെന്നോ? അതെന്താ? ഇന്ന് അവളുടെ ജീവിതത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമല്ലേ? ഇന്നല്ലേ അവളെ പെണ്ണു കാണാൻ വരുന്നത്? എന്നിട്ട് അവൾ എഴുന്നേറ്റില്ലെന്നോ? ഞാൻ കുറേ വിളിച്ചു. വിളിക്കുമ്പോഴൊക്കെ അവൾ കുറച്ച് കഴിയട്ടെ എന്നാ പറയുന്നത്. അവൾ കുറഞ്ഞിട്ട് മതിയാവുന്നില്ല. ഓ, രാത്രി മുഴുവൻ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാ രാവിലെ അവൾക്ക് തല പൊന്താത്തത്. ആഹാ, എന്തോന്നാ ഇവിടെ ഒരു ചർച്ച? ഹോ, നീ എഴുന്നേറ്റോ? അതൊന്നുമില്ലടി, ഞങ്ങൾ സോനയെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്നല്ലേ അവളെ പെണ്ണു കാണാൻ വരുന്നത്. അവൾ ഇതുവരെ എഴുന്നേറ്റില്ല. അല്ല ഊർമിളെ, എന്തേ നിന്റെ മകൾ വർഷയും എഴുന്നേറ്റില്ലേ? അയ്യോ ഇല്ല അമ്മേ, അവൾ നല്ല ഉറക്കത്തിലാ ഉള്ളത്. നിങ്ങളുടെ വളർത്തു ദോഷം, അല്ലാണ്ട് എന്ത് പറയാനാ? പെമ്പിള്ളേരായാലേ കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേൽക്കണം. വേറൊരു വീട്ടിൽ പോകേണ്ടതാണെന്നുള്ള വിചാരം വേണം. അതെങ്ങനെയാ? നിങ്ങളുടെ മക്കളല്ലേ. അയ്യോ അമ്മ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ചീത്ത പറയുന്നത്? നിങ്ങൾ 2 പേരുടെ സ്വഭാവമാ നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയത്. എൻ്റെ 2 ആൺമക്കളുടെ സ്വഭാവം അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു കണക്കിന് അവരുടെ സ്വഭാവം കിട്ടാത്തത് നന്നായി. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എന്തെന്ന് വെച്ചാൽ നിങ്ങൾ 2 പേരും എൻ്റെ മക്കളെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ. അതുപോലെ അവരും ആരെങ്കിലും പ്രേമിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാനാ? എൻ്റെ 2 മക്കൾക്കും ഒരു അബദ്ധം പറ്റി. ഞങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റി വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ നിങ്ങൾ 2 പേരെയും അവർ കല്യാണം കഴിച്ചത്. അതുപോലെ എങ്ങാനും എൻ്റെ കൊച്ചുമക്കളും ചെയ്തിരുന്നെങ്കിലോ? ശശോ, അത് ആലോചിക്കാനേ വയ്യ. വല്ല പൈസക്കാരെ മറ്റുമാണെങ്കിൽ പിന്നെയും കൊള്ളാം. എങ്ങനത്തവന്മാരെ കണ്ടുപിടിക്കുമെന്ന് അറിയില്ലല്ലോ. അയ്യോ അമ്മ, അവരങ്ങനൊന്നും ചെയ്യില്ല. ചെയ്യില്ലെന്നെന്താ ഇത്ര ഉറപ്പ്? നിങ്ങളുടെ അല്ലേ മക്കൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിപ്പൊക്കെ നിർത്തിയിട്ട് വേഗം അവരുടെയൊക്കെ കല്യാണം കഴിച്ച് വിടാമെന്ന്. സോനയെ കാണാൻ വരുന്ന ചെക്കൻ അമേരിക്കയിലെ ഏതോ വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. ഇനിയൊക്കെ വരുന്നത് പോലെ കാണാം. ഞാനൊന്ന് ചെന്നിട്ട് അവളെ വിളിക്കട്ടെ. ഞാനും വരുന്നമ്മേ. ഓഹോ, അപ്പൊ ഇന്ന് അങ്ങനെ അവളെ പെണ്ണ് കാണാൻ വരുന്നുണ്ടല്ലേ? എന്റെ മകൾ വർഷയും ആ സോനയും ഒരേ പ്രായക്കാരാണ്. എന്നിട്ട് അവൾക്ക് മാത്രം അമേരിക്കയിലെ പയ്യൻ. വീടില്ല ഞാൻ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങൾ 2 പേരെ 2 കണ്ടിട്ട് കാണൽ കൂടുതലാണ്. ഞങ്ങൾ 2 പേരും അമ്മയുടെ മരുമക്കൾ തന്നെ. പക്ഷേ അമ്മയ്ക്ക് എപ്പോഴും ആ മായയോടാണ് സ്നേഹം. അതുപോലെ ആ സോനയോടും. എന്നോടും എൻ്റെ മോളോടും ഒരു സ്നേഹവുമില്ല. ഞാൻ 2ാമത്തെ മരുമോളായത് കൊണ്ടാണെന്ന് തോന്നുന്നു. മൂത്ത മരുമകൾക്കാണ് എപ്പോഴും ഇവിടെ സ്ഥാനം. ആ അമേരിക്കയിൽ നിന്ന് വരുന്ന പയ്യൻ അവളെ പെണ്ണു കാണാൻ വരരുത്. എങ്ങനെയെങ്കിലും അത് മുടക്കണം. എന്താണ് അതിനൊരു വഴി? എനിക്കുമുണ്ടൊരു മകൾ. ആ കിടക്കപ്പായയിൽ നിങ്ങൾ പൊന്തില്ല. എന്താണ് ഇവിടെ ഞാൻ വേണ്ടത്? എടി വർഷ, അവൾക്ക് വല്ലതും അറിയുന്നുണ്ടോ ആവോ? അവൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും മറ്റവൾ ചെക്കനെയും കൊണ്ട് പോകും. എടി വർഷ, നിന്നെ തന്നെയാ വിളിക്കുന്നത്. ഷോ, അവൾ പോത്ത് പോലെ കിടന്നുറങ്ങുന്നത് കണ്ടോ? എടി വർഷ, ഒന്ന് എഴുന്നേൽക്ക്. ഷോ, എന്തോന്നാ ഇവളെ വേണ്ടത്? എടി നിന്നെ വിളിക്കുന്നത്, ഒന്ന് എഴുന്നേൽക്ക്. ഷോ, എന്റെ മമ്മി ഒന്ന് ഉറങ്ങാൻ വീട്. വിളിക്കാതെ. എടി പോത്തെ, നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞത്. മതിയടി ഉറങ്ങിയത്. ഇനി എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊള്ളൂ. എന്തുവാ മമ്മി? കുന്തം. എഴുന്നേൽക്കടി കഴുതേ, അല്ലെങ്കിൽ തിളച്ച വെള്ളം കോരി ഒഴിക്കും നിന്റെ തലയിൽ ഞാൻ. അയ്യോ, എന്തിനാ മമ്മി രാവിലെ തന്നെ ഇങ്ങനെ കിടന്ന് കൂവുന്നത്? എടി, ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ? അവളില്ലേ ആ സോന. ആ സോനയെ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരു പയ്യൻ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എന്ത്? സോനയെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നോ? ആര്? അതല്ലടി കുയിപ്പെ, പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. അവളെ പെണ്ണ് കാണാൻ ഇന്ന് അമേരിക്കയിൽ നിന്നും ഒരു പയ്യൻ വരുന്നുണ്ട്. സത്യമാണോ മമ്മി പറയുന്നത്? നീ ഇവിടെ ഉറങ്ങി കിടക്കത്തേ ഉള്ളൂ. ചെക്കനെയും കൊണ്ട് അവളങ്ങ് പോകും. അതെന്താ മമ്മി, ഞാനും ഈ വീട്ടിലത്തെ ഒരു കൊച്ചുമകൾ തന്നെയല്ലേ. ആ സോനക്കുള്ള അതേ അവകാശം എനിക്കുമില്ലേ? പിന്നെന്താ അവളെയും എന്നെയും ഒരു വേർതിരിച്ച് കാണൽ? എന്റെ പപ്പയ്ക്കും അവളുടെ പപ്പയ്ക്കും ഒരേ സ്ഥാനമല്ലേ ഇവിടെ? ഈ മുഴുവൻ സ്വത്തുക്കളുടെയും അവകാശികൾ ഞങ്ങൾ തന്നെയല്ലേ?
എപ്പോഴും എന്റെ അവളെ മാത്രം ഒരു പൊന്തിച്ച് കാണൽ. ഷോ, അത് തന്നെയാണ് എന്റെയും സങ്കടം. ആ മായയോട് മാത്രമാണ് അമ്മയ്ക്ക് ഇഷ്ടം. എന്നോടൊരു സ്നേഹവുമില്ല. ഞാൻ എവിടുന്നോ വലിഞ്ഞു കയറി വന്നതുപോലെയാണ് അമ്മയുടെ പെരുമാറ്റം. അത് മമ്മി ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാ. മമ്മി എല്ലാത്തിനുമെതിരെ പ്രതികരിക്കണം. കണക്കായി. അമ്മയോടെങ്ങാൻ പ്രതികരിച്ചാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിൽക്കാൻ നോക്കാം. എടി വർഷേ, അതൊന്നുമല്ല ഇപ്പം നമ്മുടെ വിഷയം. എങ്ങനെയെങ്കിലും നമുക്ക് ഈ കല്യാണം മുടക്കണം. ആ അമേരിക്കത്തെ പയ്യൻ അവളെ കെട്ടാൻ പാടില്ല. എന്താണ് അതിനൊരു വഴി? ഹോ, എന്റെ മമ്മി, ആദ്യം ആ ചെറുക്കൻ വന്ന് അവളെ ഒന്ന് പെണ്ണ് കാണട്ടെ. എന്നിട്ടല്ലേ നമ്മളത് മുടക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതുള്ളൂ. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ കല്യാണം കഴിക്കൂ. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവർക്കെങ്ങാൻ ഇഷ്ടപ്പെട്ടാലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതപ്പോൾ ആലോചിക്കാം മമ്മി. മമ്മി ഇപ്പോൾ ഒരു കാര്യം ചെയ്യും. അച്ഛമ്മയും സോപ്പിട്ട് നിൽക്ക്. ഞാനും അങ്ങനെ തന്നെ നിൽക്കാം. 2 പേരും കൂടെയുണ്ട് ആ സോനയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പോയിട്ട്. എന്താ അവരുടെ താരാട്ട് പാട്ടും ഉറക്കും ഉണർത്തലും ഒക്കെ. ഇതൊന്നും എന്റെ മോൾക്ക് കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഈ മമ്മിക്കുള്ളൂ. സാരമില്ല മമ്മി, ഒക്കെ ശരിയാകും. നമ്മൾ ഇപ്പോൾ ക്ഷമിച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. വാ, നമുക്കും അവരെ സോപ്പിട്ട് നിൽക്കാം. എങ്കിൽ മോള് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ജോലിക്കാരിയോട് കാപ്പി എടുത്ത് വെക്കാൻ പറയാം. ശരി മമ്മി. എടി സോനെ, എല്ലാപ്പോഴും നിനക്ക് തന്നെയാണ് വിജയം. ഇതിന് ഞാൻ നിന്നെ വിജയിക്കാൻ സമ്മതിക്കില്ലടി. എനിക്കും വിജയിക്കണം. നോക്കിക്കോ, നിനക്ക് വരുന്ന എല്ലാ വിവാഹാലോചനകളും ഞാൻ മുടക്കും. എനിക്ക് കിട്ടാത്തതൊന്നും നിനക്കും വേണ്ട. അങ്ങനെ ഇവിടെ ഒരു രാജകുമാരിയായി വാഴാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എടി വർഷ, അവളെ ആനയിക്കുവാനോട് 2 പേരും അങ്ങ് മുകളിലേക്ക് കയറിപ്പോയിട്ട്. നീയും അങ്ങോട്ട് ചെല്ല്. അവരെന്തോന്നാ സംസാരിക്കുന്നത് എന്ന് ചെന്ന് നോക്ക്. ശരി മമ്മി, ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്. ഷോ, എന്റെ മോളുടെ ഒരു വിധി. ഒരു കാരണവശാലും അവളുടെ കല്യാണം നടക്കാൻ പാടില്ല. എന്റെ മോൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും അവൾക്കും വേണ്ട. അങ്ങനെ അവൾ മാത്രം ഒരു റാണിയായി വാഴണ്ട. സമ്മതിക്കില്ല അതിന് ഞാൻ. അവരിങ്ങി വരട്ടെ, വച്ചിട്ടുണ്ട് ഞാൻ അവർക്ക്. ആഹാ, ഇതുവരെ ആയിട്ടും ഈ കുട്ടി എഴുന്നേറ്റില്ലേ? സോന, സോന, മോളെ സോന, നീ എന്താ എഴുന്നേൽക്കാത്തത്? ഷോ, മമ്മിയെ വിളിക്കാതെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. വേഗം എഴുന്നേൽക്ക്. അച്ഛമ്മയാണ് വിളിക്കുന്നത്. അശോ, എനിക്ക് കുറച്ചും കൂടെ കിടക്കണം. എന്നെ ശല്യം ചെയ്യാതെ പോട്. പറ്റില്ല പറ്റില്ല, വേഗം എഴുന്നേൽക്ക്. നിന്നോടാ പറയുന്നത് എഴുന്നേൽക്കാൻ. എന്തുവാ മമ്മി, എന്തിനാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഞാൻ കുറച്ചും കൂടെ കിടന്നോട്ടെ. അശോ, അച്ഛമ്മയുടെ മോളുടെ കോലമാണോ ഇത്? മോളെ, നിനക്ക് ആ മുടിയൊക്കെ ഒന്ന് അടക്കി കെട്ടിയാൽ എന്താ? ഇങ്ങനെയാണോ കിടന്നത്? നിങ്ങൾ എന്നെ സ്വസ്ഥമായിട്ട് കിടക്കാൻ വിടില്ലേ? എന്തിനാ ഇപ്പോൾ എന്നെ വിളിച്ചത്? എന്തിനാ കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ എഴുന്നേറ്റുവാ. ഫ്രഷായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാലോ. അയ്യോ, എനിക്കൊന്നും വേണ്ട. കുറച്ച് സ്വസ്ഥത തന്നാ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഇങ്ങനെ എഴുന്നേറ്റുവാ. നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ? പ്രത്യേകതയോ? എന്ത് പ്രത്യേകത? ഇന്നലെ മോളെ നിന്നെ പെണ്ണ് കാണാൻ വരുന്നത്. പെണ്ണ് കാണാനോ? അമ്മി, എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? അവൾ പറഞ്ഞത് ശരിയാണ്. ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട കല്യാണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പപ്പ കൊണ്ടുവന്ന ചെറുക്കനാണ്. അങ്ങനെയാണെങ്കിൽ പപ്പയോട് തന്നെ കെട്ടിക്കോളാൻ പറ. അല്ലാതെ എനിക്കൊന്നും വേണ്ട കല്യാണം. എന്താ ഇവൾ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. പിന്നെ എന്തിനാ എനിക്കിപ്പോ ചെറുക്കനെയൊക്കെ നോക്കുന്നത്? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ തറവാട്ടിൽ നിന്ന് നടക്കുന്ന ആദ്യത്തെ ഫംഗ്ഷനാണിത്. അങ്ങനെയാണെങ്കിൽ കല്യാണം വർഷയ്ക്ക് നോക്ക്. അവളും ഈ തറവാട്ടിൽ തന്നെയല്ലേ. എന്തിനാണ് എന്നെ മാത്രം കല്യാണം കഴിപ്പിക്കാൻ ഇത്ര തിരക്ക്? എനിക്കൊന്നും വേണ്ട കല്യാണം, ഞാൻ പറഞ്ഞില്ലേ. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. അവര് വന്ന് പെണ്ണ് കണ്ടങ്ങ് പോട്ടെ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പപ്പയോട് പറയാമല്ലോ നമുക്ക്. അതെ അതെ, അങ്ങനെ ചെയ്യാം. എനിക്ക് വയ്യ ആരുടെ മുന്നിലും കെട്ടി ഒരുങ്ങി നിൽക്കാൻ. എനിക്ക് ഇനിയും കുറെ പഠിക്കണം. മോളെ, നിന്റെ ഇഷ്ടത്തിന് നീ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിച്ചതല്ലേ. ഞങ്ങൾക്കൊന്നും താല്പര്യമില്ലാതെയാണ് നിന്നെ അവിടെ പഠിക്കാൻ വിട്ടത്. എന്നിട്ട് ഇനിയും നിനക്ക് പഠിക്കണമെന്നോ? എനിക്ക് പഠിച്ചിട്ട് മതിയായിട്ടില്ല. എനിക്ക് ഇനിയും പഠിക്കണം. ഞാനിവിടെ പുതിയൊരു കോഴ്സിന് ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആരും എന്നെ എതിർക്കരുത്. ശരി മോളെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ ഈ വരുന്നവരുടെ മുന്നിൽ വെച്ച് നീ ഞങ്ങളെ കുറവാക്കരുത്. നീ അവന്റെ മുന്നിൽ ഒന്ന് പെണ്ണ് കാണാൻ നിന്ന് കൊടുക്കണം. ശരി, ഇനിയിപ്പോൾ അതിന്റെ മോളൊരു തർക്കം വേണ്ട. അച്ഛമ്മയുടെ ചക്കര മോള്. അച്ഛമ്മക്കറിയാം മോള് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന്. വേഗം എഴുന്നേറ്റിട്ട് വാ. ഞാൻ ജോലിക്കാരോട് കാപ്പി എടുത്തു വെക്കാൻ പറയാം. നടക്കടി മായ അങ്ങോട്ട്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. എന്തെങ്കിലും കാര്യമുണ്ടാവും 2 പേർക്കും ദിവസവും. ഇനിയിപ്പോൾ ഏത് കോന്തനാണാവോ എന്നെ കാണാൻ വരുന്നത്? ആര് വന്നാലും അവർക്കെന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം ഞാൻ അത്രയും സുന്ദരിയല്ലേ. എന്താണെങ്കിലും ഇപ്പൊ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. കുറച്ചും കൂടെ പഠിക്കണം.
എന്നിട്ടേ കല്യാണത്തിനെ പറ്റി ഞാൻ ചിന്തിക്കൂ. എടി സോന, എന്തോ നടി നീ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നത്? ഹാ വർഷ, നീയോ? അതൊന്നും പറയണ്ടടി. ഇവിടെ ഏതോ ചെറുക്കൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. ഞാനും പറയുന്നത് കേട്ടു. പക്ഷെ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, എനിക്ക് പഠിക്കണം. അതെ, അതാടി നല്ലത്. വെറുതെ ഇപ്പോഴേ ഒരുത്തൻ്റെ കീഴിൽ അടിമയായി ജീവിക്കുന്നത് നല്ലത് കല്യാണം കഴിക്കാത്തതാണ്. എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവർ രണ്ടുപേരും കൂടെ എൻ്റെ ഉറക്കം കളഞ്ഞു. അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ച് തരാമെടി. ആ പൂതി നീ മനസ്സിൽ വെക്കത്തേ ഉള്ളൂ. എനിക്ക് കിട്ടാത്തൊരു സൗഭാഗ്യവും നിനക്കും വേണ്ട. കണ്ടില്ലേ, എനിക്കിഷ്ടപ്പെട്ട പിങ്ക് ബെഡ്റൂമാണിത്. ഞാനായിരുന്നു ആദ്യം ഈ ഐഡിയ പറഞ്ഞത്, പക്ഷേ അത് അവൾക്ക് സ്വന്തം. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവൾക്ക് സ്വന്തം. എനിക്കൊന്നുമില്ല. നോക്കിക്കോ, വിടില്ല ഞാൻ അവളെ വെറുതെ. മോളെ വർഷേ, എടുത്ത് കഴിക്കേ. ശരി അച്ഛമ്മേ, ഞാൻ കഴിക്കുന്നുണ്ട്. അല്ല, അവളെവിടെ സോന? അയ്യോ അമ്മേ, അവളുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ പെണ്ണ് വിചാരിക്കുന്നത് ഇപ്പോഴേ അവളെ കാണാൻ ചെറുക്കൻ വരുന്നുണ്ടെന്നാണോ? അവളുടെ ഒരുക്കം കഴിയാത്തത് കൊണ്ട് ചോദിച്ചതാണ്. ശരിയാണമ്മേ. എന്താ രണ്ടുപേരുടെയും വിളിച്ചുള്ള സംസാരം? എനിക്കുണ്ടൊരു മോള്, വെറും തിന്ന് വീപ്പക്കുറ്റി പോലെ ആവാനേ അവളെ കൊണ്ട് പറ്റുകയുള്ളൂ. എടി വർഷേ, ഇങ്ങോട്ട് നോക്കടി. എന്തോന്നമ്മേ? എടി തിന്ന് മുടിക്കാനല്ലാതെ എന്തിനു നിന്നെ കൊള്ളാം? അയ്യോ അതെന്തേ അമ്മേ? എടി പോത്തെ, അച്ഛമ്മേ സോപ്പിട്ട് നിന്നാ വല്ലതും കിട്ടും. അതെങ്ങനെയാ? ഭക്ഷണം കണ്ടാ പിന്നെ അവൾക്ക് പരിസരം മറന്നു പോകില്ലേ? അച്ഛമ്മയോട് വല്ലതും സംസാരിച്ച് എങ്ങനെയെങ്കിലും സോപ്പിട്ട് വശത്താക്ക്. എന്താടി ഊർമിളെ, നിന്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ? അയ്യോ ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എന്താ അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് വല്ല സാരിയും ഉടുത്താൽ പോരെ? എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത്? ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും അച്ഛമ്മയ്ക്ക് ചേരുന്നില്ല. അച്ഛമ്മയ്ക്ക് കുറെ പ്രായമായില്ലേ? ഇതൊക്കെ ഞങ്ങളെപ്പോലെ പ്രായം കുറഞ്ഞവർ ഇടുന്ന ഡ്രസ്സല്ലേ? അയ്യോ, ഈ മണ്ടിയോട് ഞാൻ സോപ്പിടാൻ പറഞ്ഞിട്ട് ആകെ കുളമാക്കുകയാണല്ലോ. ഇവളിത് എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്? എടി പോത്തെ, നിന്നോട് ഞാൻ സോപ്പിടാനാ പറഞ്ഞത്, അല്ലാതെ തളർത്താനല്ല. നീ ഇതെന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്? എന്തേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഓരോരുത്തരുടെയും കോലത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ. ഇതൊരുമാതിരി പാടത്ത് കോലം വെച്ചതുപോലെ. എടി ഒരുമ്പട്ടോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ ആരെക്കുറിച്ചാ പറയുന്നതെന്ന വല്ല ബോധവുമുണ്ടോ നിനക്ക്? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ധരിക്കും. അയ്യോ അമ്മേ, അവൾ കൊച്ചല്ലേ, അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്. അവൾക്ക് എന്തെവിടെ പറയണമെന്നൊരു ബോധവുമില്ല. വെറുതെ എൻ്റെ വായിലുള്ളത് കേൾക്കണ്ട. മര്യാദയ്ക്ക് ഭക്ഷണവും കഴിച്ച് എഴുന്നേറ്റ് പോകാൻ നോക്ക്. ആഹാ, എന്താ ഇവിടെ ഒരു ചർച്ച? ആഹാ, ആരിത്? അച്ഛമ്മയുടെ കൊച്ചുമോള് വന്നോ? വന്നിരുന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ഇന്നും ഇതൊക്കെ തന്നെയാണോ ബ്രേക്ക്ഫാസ്റ്റ്? എനിക്കൊന്നും വേണ്ട. ഡി സോന, വാശി പിടിക്കാതെ വന്ന് കഴിക്കാൻ നോക്ക്. മമ്മി, എനിക്കൊന്നും വേണ്ട ഇത്. എപ്പം നോക്കിയാലും ഒരു വെജിറ്റബിൾ സൂപ്പും പുഴുങ്ങിയ മുട്ടയും. എനിക്ക് വേണ്ട. എനിക്ക് വല്ല നൂഡിൽസോ പാസ്തയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. അശ്വടാ, ഇന്ന് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ മോളെ. അച്ഛമ്മയുടെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ അവരുടെ ഒരു കൊഞ്ചിക്കൽ അവളെ? നീയേ അച്ഛമ്മയെ വെറുപ്പിച്ച് നിന്നോ? നീ കാണുന്നില്ല അവളുടെ ഒരു സോപ്പിടൽ? ഡി സോന, വാശി പിടിക്കാതെ വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. പെണ്ണിന്റെ കോലം കാണുന്നില്ല മെലിഞ്ഞൊട്ടിയിട്ട്. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. അയ്യോടാ മോളെ, ദേഷ്യം പിടിക്കല്ലേ. മോക്ക് പിന്നെ എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഞാൻ പോകുന്ന. ഇവിടെ ആരുമില്ലേ ഇവൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ? അതിനമ്മ അവൾക്ക് എന്താ വേണ്ടത് നമ്മൾ പറയണ്ടേ? മോളെ പോകാതെ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്ക്. അച്ഛമ്മ പറയുന്നത് അനുസരിക്ക്. അച്ഛമ്മേ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയാതെ ഒരു ഗ്ലാസ് പാല് കുടിക്കും മോള്. ശരി, പാലെവിടെ? അയ്യോ, ഇവിടെ പാല് കൊണ്ടാച്ചില്ലേ? എടി മായേ, ജോലിക്കാരിയില്ലേ അടുക്കളയിൽ? ഉണ്ടമ്മേ, അവൾ അവിടെ തന്നെയുണ്ട്. എടി ആമിന, നീ കൊച്ചിന് ഒരു ഗ്ലാസ് പാൽ എടുത്തോണ്ട് വാ. കൊച്ചമ്മേ പാല്. ഡീ പോത്തെ, നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ ടേബിളിൽ മേൽ പാല് കൊണ്ടാക്കണമെന്ന്? ഇവർക്ക് കുടിക്കാനുള്ളതാണ്. നിന്നെ കാശും തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നതേ പറഞ്ഞ ജോലി ചെയ്യാനാണ്, അല്ലാണ്ട് നിന്റെ ഇഷ്ടത്തിന് അഴിഞ്ഞാടാനല്ല. മനസ്സിലായോടി? ശരി കൊച്ചമ്മേ. ആ പാൽ അങ്ങോട്ട് കൊടുക്ക്. ദാ മോളെ പാല്, കുടിച്ചോ. എന്തോ താടി വായും പൊളിച്ച് നിൽക്കുന്നത്? പോയി അടുക്കളയിലത്തെ ജോലി തീർക്ക്. മോള് പാല് കുടിക്ക്. എനിക്ക് മതി. എന്റെ മോളെ അത് മുഴുവൻ കുടിക്ക്. ആകെ ഒരു ഗ്ലാസ് പാലല്ലേ ഉള്ളൂ. മതി മമ്മി, എനിക്ക് വേണ്ട. ശരി, മതിയെങ്കിൽ മതി. മോളെ വർഷ, നിനക്ക് വേണോ ഈ പാല്? പിന്നെ അവൾ കുടിച്ചതിന്റെ വേസ്റ്റ് എന്റെ പട്ടിക്ക് വേണം. അയ്യോ വേണ്ട അച്ഛമ്മേ, എന്റെ വയറ് ഫുള്ളായി.
ശരി ശരി. മമ്മി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തിനാ മോളെ നീ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്? എനിക്കൊരാവശ്യമുണ്ട്, ഞാൻ വേഗം വരാം. നോക്കമ്മേ, ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുന്നതൊക്കെയല്ലേ, പിന്നെ എന്തിനാ അവൾ വെറുതെ പുറത്തേക്ക് പോകുന്നത്? പുറത്തേക്ക് പോയി മുഖമൊക്കെ ടാൻ അടിക്കില്ലേ? ഷോ എന്റെ മായേ, അവൾ വല്ല ബ്യൂട്ടി പാർലറിലും പോകുന്നതായിരിക്കും. ഞാനെന്തിനാ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്? എനിക്ക് ആവശ്യത്തിലധികം സൗന്ദര്യമുണ്ട്. ബ്യൂട്ടി പാർലറിലൊന്നും പോയി മെനങ്ങേണ്ട ആവശ്യം എനിക്കില്ല. അതൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ വേറെ ചിലരുണ്ട്, അവരോട് പോകാൻ പറ. നോക്കൂ മമ്മി, അത് അവൾ എന്നെ ഉദ്ദേശിച്ചിട്ടാവും പറഞ്ഞത്. നീ ഒന്ന് മിണ്ടാതിരിയടി, ഇപ്പം ഒരു സീൻ ആക്കണ്ട. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പുറത്തു പോവുകയാണ്, വേഗം പോയിട്ട് വരാം. ശരി ശരി, എന്നാ നീ വേഗം പോയിട്ട് വാ. അച്ഛമ്മേ, ഞാൻ വേഗം വരാട്ടോ. ഉമ്മ. അയ്യോടാ, അച്ഛമ്മയുടെ കൊച്ചുമോളെന്നാ വേഗം പോയിട്ട് വാ. ഷോ അവൾക്ക് എന്ത് സ്നേഹമാണെന്നോ എന്നോട്. ഞാനെന്ന് വെച്ച ജീവനാണ്. വേഗം ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. അതെ അതെ, അതാണിപ്പോൾ എന്റെ ടെൻഷൻ. ചെറുക്കൻ കൂട്ടണം എത്തുന്നതിന് മുന്നേ അവൾ എത്തില്ലേ എന്ന്. അതൊക്കെ വരുമടി അവൾ. വന്നാൽ മതിയായിരുന്നു. മോളെ വർഷേ, ഭക്ഷണം കഴിച്ചെങ്കിൽ നീ ഇങ്ങ് വാ. എന്റെ കാലിൽ കുറച്ച് മരുന്ന് തിരുമ്മി തരണമായിരുന്നു, വല്ലാത്ത വേദന കാലിന്. ശരി അച്ഛമ്മേ, ഞാനിതാ വരുന്നു. കാലിൽ മരുന്ന് തിരുമാനും കുഴമ്പ് വരട്ടാനും ഞാനി, ബാക്കി എല്ലാത്തിനും അവളും. എനിക്ക് മടുത്തമ്മേ, അവളെ കൊഞ്ചിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് വെറുപ്പാ പിടിക്കുന്നത്. അവളെ ഇത്രമാത്രം കൊഞ്ചിക്കാൻ എന്ത് പ്രത്യേകതയുള്ളത് അവൾക്ക്? ഒന്നും പറയണ്ട മോളെ, ഇതൊക്കെ നമ്മുടെ വിധി. സാരമില്ല, എങ്ങനെയെങ്കിലും ഇതൊക്കെ സഹിച്ചങ്ങ് നിൽക്കാം. നീ വേഗം ചെന്ന് കാലം അങ്ങ് തിരുമ്മിക്കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ അത് മതി തള്ളക്ക്. മമ്മിയെ വിചാരിച്ചിട്ടാ ഞാനെല്ലാം സഹിക്കുന്നത്. എടി മണ്ടൂസേ, നീ എന്നെ വിചാരിച്ചിട്ടല്ല സഹിക്കേണ്ടത്, ഈ സ്വത്ത് വിചാരിച്ചിട്ടാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് മുഴുവൻ കൈക്കലാക്കാൻ നോക്കണം. നിന്റെ പപ്പയില്ലേ ആ പോങ്ങൻ, അയാളെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. അമ്മയെയും പേടിച്ച് ജീവിക്കാനേ അദ്ദേഹത്തെ കൊള്ളൂ. നമ്മൾ വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ, മനസ്സിലായോ? അതിന് കുറച്ചൊക്കെ സഹിച്ചേ പറ്റൂ. മനസ്സിലായി മനസ്സിലായി. എന്നാ ശരി, വേഗം ചെന്ന് നീ കാലിന് കുഴമ്പിട്ട് കൊടുക്ക്. ശരി മമ്മി. പാവം കുട്ടി, എന്റെ മോക്ക് നല്ലത് വന്നാ മതിയായിരുന്നു. അവൾക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കൊച്ചമ്മേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? ഞാൻ ഈ പ്ലേറ്റ് ഒക്കെ എടുക്കട്ടെ? ഒക്കെ വേഗം എടുത്ത് ഇവിടെയൊക്കെ വൃത്തിയാക്ക്. ഇനിയിപ്പോ ഞാൻ പ്രത്യേകം പറയണോ? ഇവിടെയുള്ള എല്ലാത്തിന്റെ സ്വഭാവവും എന്താ ഇങ്ങനെ? പൈസയുടെ അഹങ്കാരം അല്ലാതെ എന്താ? ആ മൂശയുടെ തള്ളയുടെ സ്വഭാവം കാണുമ്പോഴേ മനുഷ്യന് കലി കയറും. ആരോട് പറയാൻ? വേഗം പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം, അല്ലെങ്കിൽ പിന്നെ അത് മതി ഇന്നത്തേക്ക്. എടി ആമിന, ആമിന, നീ എവിടെയാടി പോയി കിടക്കുന്നത്? ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. ഒരു സംഗതിക്ക് വിളിച്ചാൽ ഈ പിശാചിനെ കാണില്ലല്ലോ. ഇത് എവിടെയാണോ ഇവൾ പോയി കിടക്കുന്നത്? എടി. ഹലോ വർഷക്കുഞ്ഞെ, കുഞ്ഞ് വിളിച്ചായിരുന്നോ? കുഞ്ഞോ? ആരുടെ കുഞ്ഞ്? ഞാനെന്താടി നിന്റെ കുഞ്ഞാണോ? എനിക്ക് മര്യാദയ്ക്ക് ഒരു പേരുണ്ട്, ആ പേര് വിളിച്ചാൽ മതി. ഹലോ കുഞ്ഞെ, അതുകൊണ്ടല്ല. കൂടുതലൊന്നും പറയണ്ട. എടി, എവിടെയാടി അച്ഛമ്മയുടെ കാലിന് തിരുമാനുള്ള കുഴമ്പുള്ളത്? കുഴമ്പോ? അതല്ലേ കുഴമ്പ്. ഞാൻ എത്ര നേരമായി തിരയുന്നു അത്. വഴി ഇങ്ങോട്ട് മാറ്. ഞാൻ ഈ കുഴമ്പ് കൊണ്ട് അച്ഛമ്മയുടെ കാലിന് തിരുമട്ടെ. എടി മൂദേവി, ആ കുഴമ്പ് അച്ഛമ്മയുടെ കാലിനല്ല തിരുമ്പേണ്ടത്, നിന്റെ തലയിലാ. പെണ്ണിന്റെ ഒരു അഹങ്കാരം. പ്രായത്തിൽ മൂത്തതെന്നുള്ള ഒരു ബഹുമാനവും ഇല്ല അവൾക്ക്. കണ്ടാലോ ദീപക്കുറ്റി പോലെയുണ്ട്. ഒരു കണക്കിന് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തിരുമേണ്ടി വന്നേനെ കാലിൽ. വർഷയാണ് പോലും, വർഷ. കൊർഷ. ഇവരുടെ അടുത്തൊക്കെ ജീവിച്ചു പോകുന്നതിന് എന്നെ വേണം സമ്മതിക്കാൻ. അച്ഛമ്മേ, കാലിന് കുഴമ്പ് തിരുമണ്ടേ? നീ വന്നോ? എന്നാ ഇങ്ങോട്ടേക്ക് വാ, കാലിന് നന്നായിട്ടൊന്ന് തിരുമ്മിത്താ. ഈ നാശം പിടിച്ച കുഴമ്പിന് നിരന്തര സ്മെല്ലാ. ഇത് തള്ളയുടെ തലയിൽ കൂടെ ഒഴിക്കുക വേണ്ടത്. ഷോ എന്റെ ഒരു വിധി. ആരോട് പറയാൻ, ഒക്കെ സഹിക്കുകയല്ലാണ്ട്. മര്യാദയ്ക്ക് സോപ്പിട്ട് നിന്ന് കാലിന് തിരുമ്മി കൊടുക്കാം. നീ എന്താടി പെണ്ണെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക് വാ. ദാ വരുന്ന അച്ഛമ്മേ, ദാ കുഴമ്പ്. അയ്യോ, എനിക്കെന്തിനാടി ഈ കുഴമ്പ്? നീ ഇവിടെ നിന്ന് എന്റെ കാൽ നന്നായി തിരുമ്മിത്താ. ശരി അച്ഛമ്മേ. നന്നായി കാല് പിടിച്ച് അമർത്തി തിരുമ്മ്, എങ്കിലേ കുഴമ്പ് കാലിന് പിടിക്കുകയുള്ളൂ. അച്ഛമ്മ കാലിങ്ങോട്ടേക്ക് നീട്ടിത്താ.
എന്താ സുഖം കാലിന്? അങ്ങനെ തന്നെ നന്നായി അമർത്തി തിരുമ്മ്. നാശം പിടിച്ച കുഴമ്പ് മണത്തിട്ട് വയ്യ. ഈ കാല് പിടിച്ച മുടിച്ചാലോ? എനിക്കാകെ ഭ്രാന്ത പിടിക്കുന്നത്. നീ എന്തോ നാടി നിന്ന് പിറുവിറുക്കുന്നത്? അയ്യോ ഒന്നുമില്ലാച്ചമ്മേ, കാലിന് സുഖമുണ്ടോ എന്ന് ചോദിച്ചതാ. ആ നല്ല സുഖമുണ്ട്. അയ്യോ പാവം എന്റെ കുട്ടി, എന്തൊക്കെ ത്യാഗങ്ങളാ സഹിക്കുന്നത്. ഹോ, ആ മണക്കുന്ന കുഴമ്പാണല്ലോ കയ്യിൽ മുഴുവനാക്കിയത്. ഈ അമ്മയുടെ ഓരോരു കാര്യം. അമ്മയ്ക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങ് തിരുമിയാ പോരായിരുന്നോ? എന്തിനാണാവോ ഇവളുടെ കയ്യിലാക്കിയത്? എടി ഊർമിളെ, നീ എന്തോ നാടി അവിടെ നിന്നും വായും പൊളിച്ച് നോക്കുന്നത്? ഹീ, അയ്യോ ഒന്നുമില്ലമ്മേ. ഞാനേ ഈ വർഷ കാല് തിരുമുന്നത് നോക്കുകയാണ്. അവൾ കാല് തിരുമിയിട്ട് സുഖമുണ്ടോ അമ്മേ? നല്ല സുഖമുണ്ട് അമ്മേ. ഇവളേക്കാൾ നന്നായിട്ട് തിരുമുന്നത് സോനയ്ക്കറിയാം. അമ്മ എന്താ അവളെ കൊണ്ട് കാല് തിരുമിക്കാത്തത്? ഓ അവളെയോ? അവൾക്ക് ഇതൊക്കെ അറിയാമോ? അവൾ വിദേശത്തൊക്കെ പോയി പഠിച്ചതല്ലേ, അതുകൊണ്ട് ഇതൊന്നും അറിയാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, അവൾ ഇവിടെ ഇല്ലല്ലോ. അവൾ ഏത് സമയവും പുറത്തല്ലേ. ഇവൾക്കിവിടെ വേറെ ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഇവളെ കൊണ്ട് തടയിച്ചത്. അതാണല്ലേ അമ്മേ? അതെ അതെ, ഞാൻ ഈ കാലൊന്ന് പോയി കഴുകിയിട്ട് വരാം. എടി വർഷേ, ആ കുഴമ്പൊക്കെ നീ മര്യാദയ്ക്ക് എടുത്തു വെക്കണേ. നാളെ ഒന്നും കൂടെ തീരുമാനമുള്ളതാ. ശരി അച്ഛമ്മേ. ഷോ, ഈ മൂശയുടെ തള്ളയും കൊണ്ടൊരു വഴിയുമില്ലല്ലോ. നീ കേട്ടില്ലടിയേ അമ്മ പറഞ്ഞത്? അവള് പുറത്തൊക്കെ പോയി പഠിച്ചതാ, അതുകൊണ്ട് അവൾക്ക് ഇതൊന്നും അറിയില്ല എന്ന്. അതെ അതെ, ഞാൻ കേട്ടു. ഈ കുഴമ്പ് നാറിയിട്ട് വയ്യ. അയ്യേ, എന്റെ കൈ ഇനി എങ്ങനെ വൃത്തിയാകും? സാരമില്ല മോളെ, നീ നന്നായി സോപ്പിട്ട് കഴുകിക്കള. ആഹാ, നീ വന്നോ മോളെ? നീ ഇതെവിടെ പോയതായിരുന്നു സോന? ഷോ മമ്മി, എന്തൊക്കെയാ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്? ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ? അതെന്താ, എനിക്ക് പക്വതൊക്കെ ആയില്ലേ? ഇനി എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അയ്യോ അതുകൊണ്ടല്ല മോളെ, മമ്മി വെറുതെ ചോദിച്ചതാണ്. എനിക്കിഷ്ടമല്ല എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. അതല്ല മോളെ, നീ മമ്മിയോട് ഇങ്ങനെ ദേഷ്യപ്പെടാതെ. മമ്മി വെറുതെ ചോദിച്ചതാണ് നീ എവിടെ പോയതാണെന്ന്. ഇന്ന് നിന്നെ കാണാൻ ആള് വരുന്നില്ലേ, നിന്നോട് അത് മറന്നു പോയെന്ന് കൊണ്ട് ചോദിച്ചാണ് മമ്മി. ഷോ, അതൊന്നും എന്നോട് മറന്നു പോയിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, വീണ്ടും വീണ്ടും ഓർമ്മിച്ച് തരണമെന്നില്ല. അല്ല, എന്താ ഇവിടെ മമ്മിയും മോളും തമ്മിൽ ഒരു ചർച്ച? പാപ്പ നോക്ക് പാപ്പ, ഈ മമ്മി എനിക്കൊരു ഫ്രീഡവും തരുന്നില്ല. എല്ലാ കാര്യത്തിനും എന്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. ആഹാ, മോള് പറഞ്ഞത് നേരാണോ അമ്മായെ? അയ്യോ അങ്ങനെയല്ല മഹേഷേട്ടാ, ഞാൻ മോളോട് വെറുതെ നീ എവിടെയാ പോയതെന്ന് ചോദിച്ചാണ്. അതിനാണ് അവൾക്ക് ദേഷ്യം പിടിക്കുന്നത്. അങ്ങനെ ഇപ്പൊ മമ്മി എല്ലാ കാര്യവും ചോദിച്ചിങ്ങനെ അറിയണ്ട. പാപ്പ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ ഒന്ന് പുറത്തേക്ക് പോയതാണ്, അതിനാണ് മമ്മി ഇത്രയും സീനാക്കുന്നത്. സാരമില്ല, മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ട് വന്നേ. മമ്മി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇന്ന് ഒരു കൂട്ടം ആളുകൾ നിന്നെ കാണാൻ വരുന്നുണ്ട്. ഓ മനസ്സിലായി പപ്പ. ഞാൻ വിചാരിച്ചു പപ്പയ്ക്കെങ്കിലും എന്റെ വിഷമം മനസ്സിലാകുമെന്ന്. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട പപ്പ. അതൊക്കെ പപ്പയ്ക്ക് അറിയാം. പക്ഷേ ഇത് പപ്പയുടെ ഒരു ഫ്രണ്ടിന്റെ മകനാണ്. അവർ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൂടാലോ. അതുകൊണ്ട് അവർ വന്നൊന്ന് കണ്ടിട്ട് പോട്ടെ. മോക്ക് ഇഷ്ടമില്ലാതെ ഇപ്പൊ വിവാഹം ഒന്നും കഴിക്കണ്ട. മോക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം കഴിച്ചാൽ മതി, കേട്ടോ? ഓ താങ്ക് യു പപ്പ, മൈ സ്വീറ്റ് പപ്പ. നോക്ക് നോക്ക്, എന്താണ് അവളുടെ സോപ്പിടൽ? മമ്മിക്ക് കുശുമ്പ, ഇത് സോപ്പൊന്നുമല്ല. പപ്പയ്ക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം മനസ്സിലാവും, മമ്മിയെ പോലെയല്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. പപ്പയും മോളും എപ്പോഴും ഒറ്റക്കെട്ടാണല്ലോ, ഞാനല്ലേ പുറത്ത്. ഓ ഒന്ന് വീടുമായേ. ശരി മോളെ, മോള് പോയിട്ട് എന്നാ റെഡി ആയിട്ട് വാ, അവരെ ലഞ്ചിനെ കിട്ടും. ഓക്കെ പപ്പ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എടി മായേ, നീ എന്തിനാടി എല്ലാത്തിനും അവളോട് ഇങ്ങനെ വഴക്കി പിടിക്കുന്നത്? നമുക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ. അയ്യോ മഹേഷേട്ടാ, ഞാൻ അവളോട് വായിക്കണമെന്ന് നിന്നതല്ല. നിങ്ങളും അവളുടെ കൂടെ കൂടി തന്നെ ചീത്ത പറയുകയാണോ? ഞാനുണ്ട് അവളെ വായിക്ക് പറയുന്നു. ആ മതി മതി, നീയേ അവളുടെ പുറകെ ഇങ്ങനെ നടക്കണ്ട. അവൾക്ക് പക്വതൊക്കെ ആയില്ലേ, ഇനി അവളുടെ പാട്ടിന് വിട്ടേക്ക്. അതാണ് എന്റെ പേടി. അവൾക്ക് കല്യാണപ്രായം എത്തിയതല്ലേ, ഇനി ആരെങ്കിലും പ്രേമിച്ചാലോ? പ്രേമിച്ചാലെന്താ, അവരെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചു കൊടുക്കണം, അല്ലാണ്ട് എന്താ ഇപ്പോ? അതെന്താ മഹേഷേട്ടാ, അപ്പൊ നിങ്ങൾക്ക് പേടിയില്ലേ? ഞാനെന്തിനു പേടിക്കണം, നമ്മളും പ്രേമിച്ച് കല്യാണം കഴിച്ചത് തന്നെയല്ലേ. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ഒരു പക്ഷേമില്ല. എന്തായാലും എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. ആ അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? ആഹാ, എന്താ രണ്ടുപേരും കൂടെ ഇവിടെ ഒരു ചർച്ച? ഓ അമ്മയോ? എന്തേ, എന്നെ പറ്റി വല്ല പരദൂഷണവും പറയുകയാണോ? അയ്യോ അല്ലമ്മേ, ഞങ്ങളെ സോനയെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. അവരിങ്ങോട്ടേക്ക് പുറപ്പെട്ടോ? അതെ അമ്മേ, അവർ വിളിച്ചിരുന്നു, അവർ നേരത്തെ പുറപ്പെട്ടു. ആണോ? അയ്യോ എനിക്ക് കുറച്ച് പണിയുണ്ട്. പണിയോ? എന്ത് പണിയാണമ്മേ? എനിക്ക് അവർ വരുമ്പോഴത്തേക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. എനിക്കും ഒന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കണം. അയ്യോ അമ്മേ, അതിന് അവർ വരുന്നത് അമ്മയെ കാണാനല്ല, സോനയെ കാണാനാണ്.
അമ്മ എന്താണ് വിചാരിച്ചത്? അമ്മയെ കാണാനാണ് വരുന്നത് എന്നാണോ? ഹാ, മതി മതി അവളുടെ ഒരു അളിഞ്ഞ ചിരി. ഞാൻ വേഗം വരാം, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം, വയസ്സാം കാലത്ത് ഓരോ കോലമേ. നിങ്ങളുടെ അമ്മയല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകൂ. ഓ, എല്ലാരും നല്ല സാരി എടുത്ത് കെട്ടി ഒരുങ്ങിയിട്ടുണ്ടാവുക. എനിക്ക് മാത്രം ഒരു സാരി ഇല്ല. ഈ ഉള്ള സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കൊരു സാരി എടുത്തു തരാൻ ഇവിടെ പൈസക്ക് കുറവുണ്ടായിട്ടാണോ? എനിക്കൊരു പോങ്ങൻ ഭർത്താവില്ലേ, അറു പിഷ്കൻ. ഒരു 5 രൂപ പോലും ചിലവാക്കില്ല. അങ്ങനെ ഇങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ ആലോചിച്ചിട്ട് എന്റെ തല കല്ലാവുന്നു. ഹോ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്റെ വിധി അല്ലാണ്ട് എന്താ ഇതൊക്കെ? എല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് ചെന്ന് നോക്കാം. മമ്മി, ഹാ, എന്താ മോളെ, അവർ വരുമ്പോഴത്തേക്ക് നീ റെഡിയായോ? റെഡിയായി മമ്മി. അയ്യോ മമ്മി, മമ്മിക്ക് എന്ത് പറ്റി? മമ്മിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഷോ, അതൊന്നുമില്ല മോളെ. അല്ല, മമ്മിക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. എന്താണെങ്കിലും പറയോ? അത് പിന്നെ മോളെ, നീ കാണുന്നില്ല എന്റെ ഈ സാരി? ഇവിടെ പൈസക്ക് വല്ല കുറവുമുണ്ടോ? നിന്റെ പപ്പയുടെ പിശുക്ക് കാരണം എനിക്കൊരു സാരി പോലും കിട്ടുന്നില്ല. ആ സങ്കടം എനിക്കുമുണ്ട് മമ്മി. മമ്മി കാണണം ആ സോന ഇട്ട ഡ്രസ്സ്. എന്ത് ഭംഗിയുള്ള ഉടുപ്പാണെന്നോ. നമുക്ക് മാത്രം പപ്പ ഇതൊന്നും വാങ്ങിച്ചു തരില്ല. അങ്ങനെ പൈസ സമ്പാദിക്കാനല്ലാതെ വേറൊന്നിനും കൊള്ളില്ല. കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് വേണ്ടി 5 പൈസ ചെലവാക്കില്ല. സാരമില്ല മമ്മി, വിഷമിക്കണ്ട. നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എടി മോളെ, നീ ആ മായ എടുത്ത സാരി കണ്ടോ? ആ മമ്മി കണ്ടു. മായാൻറ്റീന്റെ സാരി വളരെ സൂപ്പറാണ്. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ സാരിയും. ഇനിയിപ്പോൾ അമ്മയുടെ വായിലുള്ള മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. മര്യാദയ്ക്ക് ഒരു ഡ്രസ്സ് ഇടാത്തത് കൊണ്ട് അമ്മയുടെ ചീത്ത മുഴുവൻ എനിക്കായിരിക്കും. ഊർമിളേ, ഓ എന്താണമ്മേ? അതെന്താ ഊർമിളേ, നിങ്ങളൊന്നും ഒരുങ്ങിയില്ലേ? ഞങ്ങൾ ഒരുങ്ങിയതാണമ്മേ. ഒരുങ്ങിയിട്ടാണോ ഈ കോലം? നീ എന്താടി വരുന്നവരെ കൊണ്ട് പറയിപ്പിക്കാൻ നിന്നതാണോ? നിനക്കെന്താ വേറെ ഡ്രസ്സൊന്നുമില്ലേ? ഈ ഒരു അളിഞ്ഞ സാരി മാത്രമാണോ ഉള്ളത്? അല്ലമ്മേ, അത് പിന്നെ. എന്ത് പിന്നെ എന്ന്? ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയല്ലേ, അപ്പോഴാണോ നിന്റെ ഈ കോലം കേട്ടൽ? നീ വിചാരിച്ചത് നിന്റെ വീടാണിതെന്നാണോ? ഇവിടെ വരുന്നവരൊക്കെ VIP കളായിരിക്കും. അവരുടെയൊക്കെ മുന്നിൽ നീ ഒന്നുമില്ലാത്തവളാണെന്ന് തിരിഞ്ഞാൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്കായിരിക്കും. മനസ്സിലായോ? അമ്മേ, അത് പിന്നെ ചേട്ടന് നേരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പർച്ചേസിനൊന്നും പോവാതിരുന്നത്. അതാണ് ഞാൻ ഈ സാരി തന്നെ എടുത്തത്. നിന്റെ കയ്യിൽ നല്ല സാരി ഇല്ലെങ്കിൽ നീ എന്റെ ഏതെങ്കിലും വിലപിടിപ്പുള്ള സാരി എടുത്തൊടുക്ക്. അല്ലാതെ ഇങ്ങനെ കോലം കെട്ട് നിൽക്കുകയല്ല വേണ്ടത്. മനസ്സിലായോ? ആ ശരി അമ്മേ, ഞാൻ നോക്കിയിട്ട് ചെയ്യാം. വേഗം ഇങ്ങോട്ട് വാ, വൈകിക്കാതെ അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും. ആ ശരി അമ്മേ. അച്ഛൻ അങ്ങ് പോയപ്പോഴാ സമാധാനമായത്. എടി, നീ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അമ്മയുടെ ഏതെങ്കിലും ഒരു സാരി എടുത്ത് കൊടുക്കാൻ. എന്റെ പട്ടി എടുത്ത് കൊടുക്കും. പിന്നെ അമ്മയുടെ സാരി എടുത്ത് കൊടുത്തിട്ട് വേണ്ടേ എനിക്ക് ഫംഗ്ഷന് നിൽക്കാൻ. നോക്കിക്കോടി, വരുന്നവരുടെ മുന്നിൽ ഞാൻ ഈ സാരി എടുത്ത് തന്നെ നിൽക്കും. എന്നിട്ടേ വരുന്നവരുടെ മുന്നിൽ വെച്ച് അമ്മയെ ഞാൻ നാണം കെടുത്തും. ഹാ, അതാ നല്ലത് മമ്മി. എനിക്ക് അങ്ങോട്ടേക്ക് പോകാനേ വയ്യ മോളെ. ആ മായയുടെ കോലം കണ്ടാൽ എനിക്ക് ആകെ കലി ഇളങ്ങും. എന്റെ മമ്മി, അതൊന്നും മമ്മി മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഈ വിവാഹം മുടക്കൽ മാത്രമാണ്. അത് നീ പറഞ്ഞത് ശരിയാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെന്താണ് ഒരു വഴി? എങ്ങനെയെങ്കിലും ആ വരുന്ന പയ്യനെ നിനക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അതൊക്കെ നടക്കുമോ മമ്മി? നടക്കും. എന്തേ നടക്കാത്തത്? നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും. അതിന്റെ മിടുക്ക് മുഴുവൻ നിന്റെ കയ്യിലാണ്. നീ എങ്ങനെയെങ്കിലും ആ ചെറുക്കനെ വളക്കാൻ നോക്കണം. അയ്യോ, ഞാനോ? അതെ, നീ തന്നെ. ആ വരുന്ന പയ്യന് സോനയേക്കാൾ നിന്നോടായിരിക്കണം ഇഷ്ടം. മമ്മി, അതിനെന്താണൊരു വഴി? എന്തെങ്കിലും വഴി നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. നീ എന്റെ കൂടെ വാ, നമുക്ക് അവരെ ഒന്ന് ചെന്ന് നോക്കാം. ശരി മമ്മി. പുയ്യാപ്പിളയും കൂട്ടരും വരുമ്പോഴത്തേക്കുള്ള ജ്യൂസ് റെഡിയായി. ഇനി ഇതങ്ങ് സെർവ് ചെയ്താൽ മാത്രം മതി. ആ മൂശയുടെ തള്ള വരുമ്പോഴത്തേക്കും ഇതെടുത്ത് ട്രേയിൽ വെക്കണം. അല്ലെങ്കിൽ പിന്നെ തള്ളക്കത് മതി. എടി ആമിന, ആമിന. ഹലോ, എന്താ കൊച്ചമ്മേ? എടി, അവർ വരുമ്പോഴേക്കുമുള്ള ജ്യൂസ് റെഡിയായോ? റെഡിയായി കൊച്ചമ്മേ, ദാ ഇരിക്കുന്ന ജ്യൂസ്. അതെന്താടി, ഇത് മര്യാദയ്ക്ക് സെർവ് ചെയ്തില്ലേ? ഈ കോലത്തിലാണോ അവരുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? അല്ലോ, അല്ല കൊച്ചമ്മേ, ഇത് ഞാനിപ്പോൾ ഒരു ട്രേയിൽ എടുത്തു വെക്കും. പിന്നെ അതെന്താടി എടുത്തു വെക്കാത്തത്? ഈ ആ പണി ഞാൻ ചെയ്യണോ? അല്ലോ വേണ്ട, ഞാൻ ചെയ്തോളാം. ഇങ്ങനെയും ഒരു ബുദ്ധിയില്ലാത്ത സാധനം. എന്ത് പണിയും പറഞ്ഞു ചെയ്യിക്കണം അവളെ കൊണ്ട്. ഒരു സംഗതി അറിഞ്ഞു ചെയ്യുന്നത് അറിയില്ല. നീ അടിച്ച ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടോ? അത് പിന്നെ
കഴിച്ചില്ലേ? അത് പിന്നെ എനിക്ക് അറിയില്ല കൊച്ചമ്മേ, ഞാൻ അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ല. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു നോക്കട്ടെ. അല്ലോ പടച്ചോനെ, ജ്യൂസിന് എങ്ങാൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഈ മൂസയുടെ തള്ളക്ക് പിന്നെ അതി മതിയല്ലോ. പടച്ചോനെ, ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാവണമേ. ഇത് കണ്ടിട്ട് കാണാൻ കൊള്ളാം, ഇനി രുചി ഉണ്ടാവുമോ ആവോ. ഥു. എടി, ആ ജ്യൂസിനൊട്ടും മധുരമില്ല. ഇവിടെ എന്താ പഞ്ചസാര ഇല്ലേ? നീ മധുരം ഇടാതെയാണോ അത് അടിച്ചത്? അല്ല കൊച്ചമ്മേ, അതിൽ ഞാൻ നന്നായി മധുരം ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ കളവ് പറയുന്നതാണോ? നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് അത് നന്നായിട്ട് അടിക്കാൻ. ഇപ്പോൾ വരുന്നവരുടെ മുന്നിൽ വെച്ച് കുറവായേനെ. ഹോ, ഇവളെയൊക്കെ ഒരു പണി ഏൽപ്പിക്കുന്ന എന്നെ വേണം പറയാൻ. ഒരു വസ്തുവിനും കൊള്ളാത്തവൾ. മര്യാദയ്ക്ക് പറഞ്ഞ ജോലി വൃത്തിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ വായിലുള്ള മുഴുവൻ നീ കേൾക്കേണ്ടി വരും. ഹോ, ഈ മൂദേവി തള്ളേനെയും കൊണ്ട് എന്തെന്നാ ഞാൻ വേണ്ടത്? ജ്യൂസിന് മധുരമില്ല പോലും. ജ്യൂസിന് പിന്നെ മധുരമല്ലാണ്ട് ഉപ്പാണ് ഉള്ളത്. ഞാൻ നന്നായി മധുരം ഇട്ടിട്ട് തന്നെയാ ജ്യൂസ് അടിച്ചത്. കാണാൻ വരുന്ന പുയ്യാപ്പിളക്ക് ഈ ജ്യൂസ് കുടിച്ചിട്ട് പെണ്ണിന് ഇഷ്ടപ്പെട്ടാൽ മതി. അല്ല പിന്നെ വേറെ ജ്യൂസ് അടിക്കണം പോലും. വേറെ അതും പണിയില്ലേ എനിക്ക്. കെട്ടി ഒരുങ്ങി നിൽക്കാനല്ലാണ്ട് ആ തള്ളക്ക് എന്തറിയാം? കണ്ടേച്ചാലും മതി വയസ്സാം കാലത്ത് തള്ളയുടെ ഒരു അണിഞ്ഞൊരുങ്ങിയുള്ള നടത്തം. ആമിന, ഓ എന്താ മായക്കുഞ്ഞേ? ആമിന, വരുന്നവർക്ക് കുടിക്കാനുള്ള വെള്ളം റെഡിയായോ? ആ റെഡിയായി കുഞ്ഞേ, ഇതാ. ഹാ, ജ്യൂസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഹാ, അവരിപ്പോൾ ഇങ്ങെത്തും. അവര് വന്നാൽ നീ ഇത് കൊണ്ടുവന്ന് കൊടുക്കണം. അയ്യോ കുഞ്ഞെ, ഞാനാണോ കൊടുക്കേണ്ടത്? അവര് സോന കുഞ്ഞിനല്ലേ പെണ്ണ് കാണാൻ വരുന്നത്, എന്നെയാണോ? ഓ എടി മണ്ടി, നീ അവർക്ക് പോയി കൊണ്ടു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നീ ഈ വെള്ളം എടുത്ത് സോനയുടെ കയ്യിൽ കൊടുക്കണം. അവൾ അതെടുത്ത് അവർക്ക് കൊടുത്തുകൊള്ളും. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഞാനാണ് കൊടുക്കേണ്ടതെന്ന്. ഇങ്ങനെയും ഒരു മണ്ടി. എന്നാ ശരി, ഞാൻ അപ്പുറത്തേക്ക് പോകട്ടെ. നീ ഇതെടുത്ത് റെഡിയാക്ക് വേഗം. ശരി കുഞ്ഞേ. ഇവിടെ എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഈ മായ കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും കണക്കാ. ഇവിടെ വേറൊന്നുണ്ട്, ഒരു ഊർമിള തമ്പുരാട്ടി. അവളുടെ മോന്ത കാണുമ്പോഴേ എനിക്ക് കലിപ്പാ. ഇപ്പോൾ വന്ന് കൽപ്പിക്കാൻ തുടങ്ങും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതിനു മുന്നേ ഈ ജ്യൂസ് എടുത്ത് റെഡിയായി അങ്ങ് കൊണ്ടുപോകാം. അതാണ് നല്ലത്. ആഹാ, ചേട്ടാ, ചേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ റെഡിയായി. എന്റെ സാരി എങ്ങനെയുണ്ട് ചേട്ടാ കാണാൻ? നല്ല ഭംഗിയില്ലേ? അതെ മായേ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അയ്യോ ചേട്ടാ നോക്ക്, നമ്മൾ രണ്ടുപേരും ഒരേ കളറാണല്ലോ ഇട്ടത്. അതെ അതെ, ശരിയാണല്ലോ. സാരമില്ല, വരുന്നവർ വിചാരിക്കട്ടെ നമ്മൾ ഭയങ്കര ഒത്തൊരുമയാണെന്ന്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ മായേ, നീ എന്റെ മുത്തല്ലേ. അത് പോ ചേട്ടാ അവിടുന്ന്, എനിക്ക് നാണമാവുന്നു. ചേട്ടനും ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ലെങ്കിലും നമ്മളെ മോളെ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിൽ നമ്മൾ ഗമ കുറയ്ക്കണ്ട. അതെ അതെ, ഈ പൊന്മുറ്റം തറവാട്ടിൽ കുറെ കാലമായി ഒരു പരിപാടിയൊക്കെ നടന്നിട്ട്. അത് മാത്രമല്ല, വരുന്നവരൊക്കെ വലിയ VIP കളല്ലേ. ശരിയാ. അയ്യോ അയ്യോ ചേട്ടാ നോക്ക്, ദേ അമ്മയുടെ ഒരു കോലം. അയ്യോ, അമ്മ ഇതെന്ത് ഉദ്ദേശിച്ചിട്ടാണാവോ ഈ ഡ്രസ് ഇട്ടത്? നിങ്ങൾ റെഡിയായോ? ഞാനും റെഡിയായി. എങ്ങനെയുണ്ട് എന്റെ കോലം? നല്ല രസമില്ലേ? കണ്ടാലും മതി അമ്മയുടെ ഒരു കോലം. പാടത്തെ കാക്ക പാറാണ്ട് നിൽക്കാൻ കോലം കുത്തിവെച്ചത് പോലെയുണ്ട്. എന്തോ അമ്മ ഈ ഇട്ടിരിക്കുന്നത്? എടാ മോനെ, ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരുതരം ഡ്രസ്സാണ്. എന്റെ ഫ്രണ്ടില്ലേ മാതാ, അവൾ കൊണ്ടുവന്നതാണിത്. എന്നാലേ ഈ ഡ്രസ്സ് ആന്റിക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. അമ്മയ്ക്ക് ഒട്ടും ചേരുന്നില്ല. സത്യമാണോടാ നീ പറയുന്നത്? ഇത് അമ്മയ്ക്ക് ഒട്ടും ചേരുന്നില്ലേ? അയ്യോ ഇല്ല അമ്മേ, ഒട്ടും ചേരുന്നില്ല. ഒരുമാതിരി പ്രേതത്തെ പോലെയുണ്ട്. നീ അഭിപ്രായം പറയണ്ടേടി. നിന്റെ കോലവും കണ്ടേച്ചാ മതി. നീ വിചാരിക്കുന്നത് നീ വലിയ ലോകസുന്ദരിയാണെന്നാണോ? നീ എന്താ കുങ്കുമത്തിൽ മുങ്ങിയതാണോ ഇങ്ങനെ ചുവന്നിരിക്കാൻ? അയ്യോ അമ്മേ, അതിന് ഞാൻ മാത്രമല്ലല്ലോ, അമ്മയുടെ മോനും ചുവന്ന ഡ്രസ്സ് തന്നെയല്ലേ ഇട്ടത്. ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒപ്പിച്ചിട്ടതായിരിക്കുമല്ലേ? അയ്യോ അല്ല അമ്മേ, ഞങ്ങൾ യാദൃശികമായി ഒത്തതാണ്. എന്റെ ഈ ഡ്രസ്സിന് നിങ്ങൾക്ക് അസൂയാണ്, അസൂയ. പിന്നെ കണ്ടേച്ചാലും മതി അസൂയപ്പെടാനുള്ളൊരു ഡ്രസ്സ്. എന്റെ അമ്മേ, വരുന്നവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താതെ ഇതൊന്ന് പോയി മാറ്റിയിട്ട് വാ.
ഇതാണ് അമ്മ പറഞ്ഞത് നേരത്തെ എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന്. അമ്മയ്ക്ക് തൊട്ടും ചേരുന്നില്ല. ശരി, നീ പറഞ്ഞത് കൊണ്ട് ഞാൻ മാറ്റാം. ഈ വീട്ടിൽ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നല്ലേ, അതുകൊണ്ട് മാത്രം, അല്ലാതെ ആരുടെയും പറച്ചിൽ കേട്ടിട്ടല്ല. ഹും. മര്യാദയ്ക്ക് വല്ല സാരിയും എടുത്ത് കൊടുക്കാൻ നോക്കമ്മേ. ശ്ശോ, ചേട്ടാ ഇതെന്താ അമ്മ ഇങ്ങനെ? നീ അതൊന്നും കാര്യമാക്കണ്ടേടി. നിനക്കറിയില്ല അമ്മയുടെ സ്വഭാവം. ആ പറയുമ്പോഴുള്ള ദേഷ്യം മാത്രമേ ഉണ്ടാകൂ. എന്നാലും അമ്മ എന്ത് ഡ്രസ്സാ ഇട്ടത്? എന്തായാലും ചേട്ടൻ അത് മാറ്റാൻ പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ നാണം കെട്ടേനെ. അതെ അതെ, നീ പറഞ്ഞത് ശരിയാണ്. അല്ല മായെ, ഇത്രയും നല്ലൊരു പരിപാടിയായിട്ട് ഇവിടെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മയൊന്നും വരുന്നില്ലേ? അയ്യോ ചേട്ടാ, അമ്മയോടൊക്കെ വരാൻ പറയാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവരെ ഒന്നും വിളിക്കാത്തത്. സാരമില്ല മായെ, സോനയും ചെറുക്കനും തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് അവരെ എല്ലാം വിളിക്കാം. ഇപ്പോൾ നീ വിഷമിക്കണ്ട കേട്ടോ. ശരി ചേട്ടാ. അയ്യോ ദാ നോക്ക് ചേട്ടാ, അമ്മ ഏതാ സുന്ദരിയായിട്ട് വരുന്നു. എവിടെ? അതാ അങ്ങോട്ട് നോക്ക്. ആഹാ, അമ്മയെ കാണാൻ ഇപ്പോൾ എന്താ ഭംഗി. സൂപ്പർ ആയിട്ടുണ്ട്. അതെ അമ്മേ, ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഷോ, എന്നിങ്ങനെ പുകഴ്ത്താതെ. ഇതൊക്കെ എനിക്ക് പാരമ്പര്യമായിട്ടുള്ള ഭംഗിയാണ്. ആ ഭംഗിയാണ് എന്റെ മക്കൾക്ക് 2 പേർക്കും കിട്ടിയത്. എന്തായാലും അമ്മ നേരത്തെ ആ ഡ്രസ്സ് മാറ്റിയത് നന്നായി. അല്ല, നമ്മളൊക്കെ ഒരുങ്ങി, പക്ഷേ അവൾ ഒരുങ്ങിയോ? ശരിയാണല്ലോ മായെ, മോൾ ഒരുങ്ങിയോ? അവള് റെഡിയാവുന്നുണ്ട് ചേട്ടാ. അവളിപ്പോൾ റെഡിയായിട്ട് ഇങ്ങോട്ടേക്ക് വരും. അല്ലെങ്കിലും അവൾ എന്റെ കൊച്ചുമോളല്ലേ, സുന്ദരി തന്നെയല്ലേ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്ത് ഒരുങ്ങാനാ? പുതിയ ഉടുപ്പും ഇട്ടൊരു പൊട്ടും തൊട്ടാൽ അവൾ സുന്ദരിയായി. വാ, നമുക്ക് അവൾ ഒരുങ്ങിയത് ചെന്ന് നോക്കാം. ഷോ, ഞാൻ ഏത് ഡ്രസ്സാണാവോ ഇടേണ്ടത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിട്ടാലോ, അല്ലെങ്കിൽ ഇതിട്ടാലോ, അല്ലെങ്കിൽ ഇതാണോ നല്ലത്? ഷോ, ഏതാ ഇടുക? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അല്ലെങ്കിലും എനിക്കിപ്പോൾ ഏതിട്ടാൽ എന്താ, ഞാൻ ഭയങ്കര സുന്ദരിയല്ലേ. ഷെൽഫിലത്തെ റെഡ് കളർ ഫ്രോക്കിടാം. അതാവുമ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഞാൻ ഭംഗിയുണ്ടായിട്ടും കാര്യമില്ലല്ലോ, ആ വരുന്ന കോന്തനെ എനിക്കും ഇഷ്ടപ്പെടണ്ടേ. എങ്ങനത്തെ കോന്തനാണാവോ വരുന്നത്? കണ്ടാൽ അറിയാം. ആഹാ, അച്ഛമ്മയുടെ മോള് ഡ്രസ്സ് മാറ്റിയോ? അച്ഛടാ, അച്ഛമ്മയുടെ മോളെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എങ്ങനെ, നന്നായിട്ടുണ്ടോ എന്റെ ഡ്രസ്സ്? അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? സൂപ്പർ ആയിട്ടുണ്ട് മോളെ. അതെങ്ങനെയാ, നീ എന്റെ അല്ലേ മോള്? പിന്നെ പറയോ വേണ്ട, ആ ഒരു കുഴപ്പമേ മോൾക്കുള്ളൂ. നോക്കു മഹേഷ് ചേട്ടാ, അമ്മ പറയുന്നത്. ആ മതി മതി, ഇനിയിപ്പോൾ അതുമേ പിടിച്ച് തൂങ്ങണ്ട. അല്ല മോളെ സോന, ഇതെന്താ നിന്റെ കഴുത്തും കയ്യും ഒക്കെ ഇങ്ങനെ കാലിയായി കിടക്കുന്നു? ഇവിടെ നിനക്ക് ധരിക്കാൻ ഒറ്റ ആഭരണം പോലും ഇല്ലേ? അതെന്താടി, അവളുടെ കഴുത്തിൽ ധരിക്കാൻ ഒരു മാല പോലും ഇല്ലേ? ഓ, അതെങ്ങനെ ഉണ്ടാവാനാ? മുഴുവനും നിന്റെ കഴുത്തിലല്ലേ കിടക്കുന്നത്. അയ്യോ അമ്മേ, ഇതൊക്കെ എന്റെ ആഭരണങ്ങളാ. അവളുടെ ആഭരണം മുഴുവൻ അവളുടെ ഷെൽഫിൽ തന്നെയുണ്ട്. പെണ്ണ് കാണാനേ നിന്നെയല്ല വരുന്നത്, അവളെയാണ്. നിന്റെ ഈ കെട്ടിയൊരുക്കം കണ്ടാ വിചാരിക്കും നിന്നെയാ കാണാൻ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവളുടെ ആഭരണങ്ങളൊക്കെ അവളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. അതെന്താ മോളെ നീ ആഭരണങ്ങളൊന്നും ഇടാത്തത്? ഓ മമ്മി, ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. നിങ്ങളൊക്കെ ഒരുമാതിരി പഴയ മോഡലിൽ. എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും. മോളെ സോന, നീ ഇന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു നെക്ലേസ് എങ്കിലും പോയി നീ ധരിക്കേ. ഒരു മാലയുടെ കുറവ് നിന്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. ശരി അച്ഛമ്മേ, ഞാൻ ഒരു മാല ധരിക്കാമെന്നാൽ. കണ്ടോടി, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവൾ അനുസരിക്കുന്നത്. അവൾക്ക് അല്ലെങ്കിലും എന്നോടൊരു പ്രത്യേക സ്നേഹമാണ്. എന്റെ അമ്മേ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് തല്ലു പിടിക്കാതെ. ഹോ, അവന്റെ ഭാര്യ പറഞ്ഞപ്പോൾ അവനിക്ക് പൊള്ളുന്നത് കണ്ടോ? ഇനിയിപ്പോൾ അതും പറഞ്ഞു തുടങ്ങണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഹാ, നോക്ക് എങ്ങനെയുണ്ട് എന്റെ മാല. നോക്കട്ടെ, സൂപ്പർ ആയിട്ടുണ്ട്. എന്താ മോളെ, ഇത് സ്വർണ്ണമല്ലേ? അല്ല അച്ഛമ്മേ, ഇത് ഡയമണ്ട് ആണ്. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം സിംഗപ്പൂരിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഹോ, നന്നായിട്ടുണ്ട്. എങ്കിൽ വാ, അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇവരുടെ ഒരു കാര്യം. സോന, നീ റെഡിയായോ? ഹാ വർഷ, ഞാൻ റെഡിയായി. എടി വർഷ, നോക്ക് എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ്.
ഷോ, ഇവളുടെ ഡ്രസ്സ് കാണാൻ എന്ത് ഭംഗിയാണ്. ഇവൾക്ക് മാത്രം എപ്പോഴും വില കൂടിയ ഡ്രസ്സും ഭംഗിയുള്ള ഡ്രസ്സും. എനിക്കൊരിക്കലും ഇതൊന്നും കിട്ടില്ല. നീ എന്താ വർഷ ഒന്നും മനങ്ങാത്തത്? അയ്യോടി, ഒന്നുമില്ല. സൂപ്പർ ആയിട്ടുണ്ട് നിന്റെ ഡ്രസ്സ് എന്ന് പറയുകയായിരുന്നു ഞാൻ. നിനക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട്. ചിലപ്പോൾ വരുന്ന ചെക്കൻ നിന്നെ ഇന്ന് തന്നെ കൊണ്ടുപോക്കായിരിക്കും. പിന്നെ പിന്നെ ഒന്ന് പോടി അവിടുന്ന്. അവളുടെ ഒരു തമാശ. ഞാനങ്ങും കല്യാണം കഴിക്കില്ല ഇപ്പോൾ. പിന്നെ അച്ഛമ്മയുടെയും പപ്പയുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് പെണ്ണ് കാണാൻ നിന്ന് കൊടുക്കുന്നു എന്ന് മാത്രം. അല്ലാതെ എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഹാ, ശരി ശരി, വാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അവരിപ്പോൾ ഇങ്ങെത്തും. അല്ല മോനെ, അവരെന്താ ഇങ്ങെത്താത്തത്? കുറെ സമയമായില്ലേ നമ്മൾ കാത്തിരിക്കുന്നു. അയ്യോ അമ്മേ, അവരിങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വഴി ചോദിച്ച് വിളിച്ചിരുന്നു. ഇപ്പോൾ ഇങ്ങെത്തും. മഹേഷേട്ടാ, അവർ കുറെ പേരുണ്ടോ? ഇല്ല മായേ, അവർ 2 പേരേ ഉള്ളൂ. ചെറുക്കനും അവന്റെ ഒരു ഫ്രണ്ടും. അതെന്താ, അവന്റെ അച്ഛനും അമ്മയൊന്നുമില്ലേ? അവൻ ഒറ്റയ്ക്കാണോ വരുന്നത്? എന്റെ അമ്മയെ, ചെറുക്കനും പെണ്ണും അല്ലേ കണ്ടിഷ്ടപ്പെടേണ്ടത്. അവർ ഇഷ്ടപ്പെട്ടതിന് ശേഷമേ മറ്റവർ വരൂ. ഒന്നാമത് അവരൊക്കെ ഭയങ്കര ബിസിയുള്ള ആൾക്കാരാണ്. ബിസിനസ് തിരക്കാണ്. ചെറുക്കൻ ആദ്യം വന്ന് സോനയെ കണ്ടിഷ്ടപ്പെടണ്ടേ? ഹാ, അത് നീ പറഞ്ഞത് നേരാണ്. അവരല്ലേ തമ്മിൽ കണ്ടിഷ്ടപ്പെടേണ്ടത്. അവരിപ്പോൾ ഇങ്ങെത്തും. അമ്മേ, ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അവരെത്തിയെന്നാ. ആണോ മോനെ? എന്നാ നീ ഒന്ന് ചെന്ന് നോക്ക്. മായേ, അമ്മേ, ഒന്നിങ്ങോട്ട് വാ. ദാ ഇവർ വന്നു. ഇരിക്കൂ മക്കളെ. വന്ന കാലിൽ നിൽക്കാതെ അങ്ങോട്ടേക്ക് ഇരിക്കൂ. ഹോ, ശരി അങ്കിൾ. നിന്നെ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കണ്ടതല്ലേ. നീ അങ്ങ് വലുതായിപ്പോയി. അങ്കിൾ എന്നെ കുറെ ആയില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് തോന്നുന്നതാവൂ. അതെ അതെ. എടീ മായ, അവർ വന്നിട്ടുണ്ടെന്ന്. നീ പോയി മോളെ വിളിക്ക്. ശരി അമ്മേ. മോളെ സോന, സോന, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ. അയ്യോ, എന്തിനാണ് അമ്മ എങ്ങനെ വിളിച്ചു കൂവുന്നത്? മോളെ, അവര് വന്നിട്ടുണ്ട്. അതെ സോന, നിന്റെ ചെറുക്കൻ വന്നിട്ടുണ്ട്. എന്റെ ചെറുക്കനോ? എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും പറയുന്നത്. അയ്യോ മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല. നിങ്ങളൊന്നും എങ്ങനെയും പറയണ്ട. എനിക്ക് കെട്ടി ഒരുങ്ങിയത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നിങ്ങളുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി നിൽക്കുന്നു എന്ന് മാത്രം. എടി ഊർമിളെ, നീ എന്തിനാടി മോളെ വിഷമിപ്പിക്കാൻ ഓരോന്നും പറയുന്നത്? അയ്യോ അമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞതല്ല. ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞതാണ്. ഹാ, ശരി ശരി, ഇനിയിപ്പോ നിങ്ങളൊന്നും പറഞ്ഞ് വഴക്കാവണ്ട. മായേ, നീ ആമിനിയോട് കുടിക്കാനുള്ള ജ്യൂസ് കൊണ്ടുവരാൻ പറ. ആ, ജ്യൂസ് റെഡി കൊച്ചമ്മേ. ഹാ, ജ്യൂസ് എത്തിയല്ലോ. അതങ്ങ് സോനയുടെ കയ്യിൽ കൊടുക്ക്. അവൾ കൊണ്ടുപോയി കൊടുക്കട്ടെ അവർക്ക്. ഞാനാണോ ജ്യൂസ് കൊടുക്കേണ്ടത്? അത് സെർവന്റിന്റെ പണിയല്ലേ. ഞാനെന്താ ഇവിടുത്തെ സെർവന്റ് ആണോ? അയ്യോ മോളെ, അതുകൊണ്ടല്ല. നീയാണ് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. നിന്നെ പെണ്ണ് കാണാനല്ലേ അവർ വന്നത്. അപ്പോൾ നീ വേണ്ടേ ജ്യൂസ് കൊടുക്കാൻ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. എനിക്കൊന്നും വയ്യ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ. വേണമെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ പോയി നിന്ന് കൊടുക്കാം. അവർ എന്നെയും കണ്ടിട്ട് പോട്ടെ. ഈ കുട്ടി എന്തൊക്കെയായി പറയുന്നത്? മോളെ, നീയാണ് ജ്യൂസ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഒരു ചടങ്ങാണ്. അല്ലാതെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. ഓ ശരി ശരി, ഇനിയിപ്പോൾ അതും പറഞ്ഞു തുടങ്ങണ്ട. ജ്യൂസ് എങ്കിൽ ജ്യൂസ് ഇങ്ങട്ടാ. ആമിന, ആ ട്രേ അവളുടെ കയ്യിൽ കൊടുക്ക്. ഇതാ കുഞ്ഞേ ട്രേ. കുഞ്ഞിന് ഇതൊന്നും പിടിച്ച് നടപ്പില്ലാത്തതല്ലേ. താഴെ വീണ് പോകാതെ ശ്രദ്ധിച്ചോ. ഹോ, എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എങ്ങനെ സെർവ് ചെയ്യണമെന്ന്. വാ മോളെ, ശ്രദ്ധിച്ചു കൊണ്ടുപോയി കൊടുക്ക്. അമ്മേ, നമ്മളും കണ്ടില്ലല്ലോ ചെറുക്കനെ. ശരിയാണ്, നമ്മൾ പരിചയപ്പെട്ടുമില്ലല്ലോ. വരൂ, നമുക്കും ചെന്ന് നോക്കാം. കണ്ടില്ല അമ്മേ, അവരുടെ ഒരു സന്തോഷം. അതെ മോളെ. എടി ആമിന, നീ എന്താ നാടി ഇവിടെ വായും പൊളിച്ച് നിൽക്കുന്നത്? നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അല്ലോ, ഉണ്ട് കുഞ്ഞേ. ഉണ്ടെങ്കിൽ അങ്ങ് അടുക്കളയിലോട്ടേക്ക് ചെല്ലടി. ഇവിടെ എന്തോന്ന് പൂരം കാണാൻ വന്ന് നിൽക്കുകയാ. ഇതാ കുഞ്ഞേ, ഞാൻ പോകുന്ന. വേലക്കാരികൾ വരെ ഇപ്പം നമ്മുടെ തലയിൽ കയറി നിറങ്ങാൻ തുടങ്ങി. വല്ലാത്ത വിധി തന്നെ നമ്മുടേത്. അയ്യോ, എന്റെ മോളെ വിഷമിക്കണ്ട കേട്ടോ. നീ എങ്ങനെയെങ്കിലും കയ്യും കാലും കാണിച്ച ചെക്കനെ വളക്കാൻ നോക്ക്. മമ്മി, അതിന് ഞാൻ വളച്ചാൽ അവൻ വളയുമോ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ആ സോനയ്ക്ക് അവനെ ഇഷ്ടപ്പെടാണ്ട് നിന്നാ മതിയായിരുന്നു.
അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. അതെങ്ങനെ മമ്മി? എടി മണ്ടി, സോനയ്ക്ക് എങ്ങാനും അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അച്ഛമ്മയോട് പറയാമല്ലോ. അവൻ നല്ല ചെറുക്കനാണ്, അവനെ ഒഴിവാക്കരുത്, അവനെ നിനക്ക് വേണ്ടി ആലോചിക്കാമെന്ന്. ഹാ, അത് സൂപ്പർ ഐഡിയ ആണല്ലോ മമ്മി. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രാർത്ഥിക്കാം അവൾക്ക് അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ. മമ്മി, അവൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു വഴിയുമില്ല. കാരണം അവൾ പറഞ്ഞു അവൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ടെന്ന്. അതുകൊണ്ട് അവൾക്ക് എന്തായാലും ഈ കല്യാണത്തിന് താല്പര്യമുണ്ടാവില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. വന്ന ചെക്കൻ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ അവനെങ്ങാൻ നല്ല ഗ്ലാമർ ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടാലോ? അയ്യോ, അങ്ങനെ ഇഷ്ടപ്പെടുമോ മമ്മി? കണക്കാക്കിക്കൂടാ പെണ്ണിന്റെ കാര്യം. എന്തായാലും നീ ഇങ്ങ് വാ, നമുക്കും ചെന്ന് നോക്കാം ചെക്കനെ. ശരി മമ്മി. ഹാ മോനെ രാഹുൽ, ഇതൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണോ? അതെ അങ്കിൾ, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് എബി. ഹായ് അങ്കിൾ. മറ്റേത് ഫൈസി. ഹലോ അങ്കിൾ. ഹായ് മക്കളെ. നിങ്ങൾ എന്താ മക്കളെ ഇരിക്കാത്തത്? നിങ്ങൾ അവിടെ ഇരിക്കൂ. താങ്ക് യു അങ്കിൾ. ഹാ മോനെ, ഇവര് വന്നോ? അതെ അമ്മേ. ദാ ഈ ബ്ലൂ ഷർട്ട് ഇട്ടതാണ് പയ്യൻ. ആണോ? എന്താ മോനെ മോന്റെ പേര്? രാഹുൽ. നല്ല പേര്. മോനെ രാഹുൽ, ഇതാണ് എന്റെ അമ്മ, മറ്റേത് എന്റെ ഭാര്യയും. ഹോ, മനസ്സിലായി അങ്കിൾ. അല്ല മയെ, നോക്കി നിൽക്കാതെ നീ പോയി സോനയെ വിളിക്കേ. അതെന്നോട് മറന്നുപോയതാണ് ചേട്ടാ. ചെല്ലടി, വേഗം ചെന്ന് അവളെ വിളിക്ക്. ശരി അമ്മേ. മോളെ സോന, വേഗം ഇങ്ങോട്ട് വാ. വരുന്നുണ്ട് ചേട്ടാ അവൾ. കാണാൻ നല്ല പയ്യനല്ലേ അമ്മേ? അതെ അതെ, നമ്മുടെ സോന മോൾക്ക് നന്നായിട്ട് ചേരും. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. മോളെ ഇങ്ങോട്ട് വാ, വന്ന് അവർക്ക് വെള്ളം കൊടുക്ക്. ഹാ മോളെ സോന, നാണിച്ച് നിൽക്കാതെ ഇങ്ങോട്ടേക്ക് വാ, വന്ന് അവനിക്ക് വെള്ളം കൊടുക്ക്. അശോ പപ്പ, എനിക്കൊരു നാണവുമില്ല. വെറുതെ പറഞ്ഞെന്നെ നാണം കെടുത്താതെ. നീ വന്ന് വെള്ളം കൊടുക്ക്. ജ്യൂസ്. ചെറുക്കനാണ് ആദ്യം വെള്ളം കൊടുക്കേണ്ടത്. അതെ, ഈ പെണ്ണെന്താണ് ഈ കളിക്കുന്നത്? എനിക്ക് അബദ്ധം പറ്റിയോ? സാരമില്ല മോളെ, നീ മറ്റവനിക്ക് വെള്ളം കൊടുക്ക്. എന്റെ കൈ ആകെ വിറക്കുന്നുണ്ടല്ലോ. ജ്യൂസ് ഇവിടെ വെച്ച് മെല്ലെ മുങ്ങാം. മമ്മി, ജ്യൂസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അവരെടുത്ത് കഴിച്ചോട്ടെ. ഈ പെണ്ണെന്തൊക്കെയായി പറയുന്നത്? മോളെ നീ അതെടുത്ത് അവന് കൊടുക്ക്. സാരമില്ല ആന്റി, ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. അവൾ ഭയങ്കര നാണക്കാരിയാണ് മോനെ, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കല്ലേ. ഓ നോ പ്രോബ്ലം അങ്കിൾ, നിങ്ങൾ അതെടുത്ത് കഴിക്കേ. മോനെ മഹേഷ്, അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകും. അവർ രണ്ടുപേരും ഒന്ന് തനിച്ച് സംസാരിക്കട്ടെ. ശരിയാണ് മോനെ രാഹുൽ, അവൾ അകത്തുണ്ട്, നീ പോയി ഒന്ന് സംസാരിച്ചോ. വേണ്ട അങ്കിൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാരമില്ല മോനെ, ഒന്ന് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ മാറിത്തരാം. അവൾ ഇങ്ങോട്ട് വന്നോട്ടെ. അയ്യോ വേണ്ട അങ്കിൾ, ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചോളാം. ശരി എങ്കിൽ അകത്തോട്ട് ചെല്ലൂ. ആകെ നാണക്കേടായി. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന് കരുതി കൂടെ വന്നവനാണല്ലോ ഞാൻ ജ്യൂസ് കൊടുത്തത്. ശരിക്കും അവനെ കണ്ടപ്പോൾ എനിക്ക് എന്താണ് പറ്റിയത്? ആരായിരിക്കും ആ നീല കണ്ണുള്ളവൻ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായാലും ആകെ നാണക്കേടായി. ഹായ്. ഹലോ. എന്താണ് നിന്റെ പേര്? സോന. ഹോ, നൈസ് നെയിം. എന്റെ പേര് രാഹുൽ. രാഹുൽ എന്ത് ചെയ്യുന്നു? ഹോ ഞാനോ? ഞാൻ പപ്പയുടെ കൂടെ ബിസിനസ് തന്നെയാണ്, അവിടെ അമേരിക്കയിൽ തന്നെയാണുള്ളത്. ഓ ശരി. രാഹുലിന്റെ കൂടെ വന്നവർ ആരൊക്കെയാണ്? അതെന്റെ ഫ്രണ്ട്സാണ്. സോന, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താണ്? എന്ത് കാര്യമാ? അത് പിന്നെ, സോനയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? രാഹുൽ, അത് പിന്നെ പറയൂ, എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. അത് പിന്നെ രാഹുൽ, എനിക്കിപ്പോൾ കല്യാണത്തിനൊന്നും താല്പര്യമില്ല. താല്പര്യമില്ലേ? ഇല്ല രാഹുൽ, പക്ഷെ പപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഞാൻ ഈ പെണ്ണ് കാണലിന് നിന്ന് തന്നത്. രാഹുൽ എന്നെ ഇഷ്ടപ്പെട്ടോ? ഇത്രയും നല്ല സുന്ദരിയെ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ? എനിക്ക് ഓക്കെയാണ്. ഇനി നിന്റെ സമ്മതമാണ് വേണ്ടത്. സോറി രാഹുൽ, ഒന്നും വിചാരിക്കരുത്. എനിക്ക് രാഹുലിനെ ഇഷ്ടപ്പെട്ടില്ല. മനസ്സുകൊണ്ട് എനിക്ക് രാഹുലിനോട് ഒരു ഫീലിങ്സും വന്നില്ല. സത്യമാണോ സോന നീ പറയുന്നത്? അതെ രാഹുൽ, സത്യമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ വിവരം ഇവരോടൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്നോടൊരു ദേഷ്യമായിരിക്കും. രാഹുൽ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ?
എന്താണ്? രാഹുൽ പപ്പയോടും അച്ഛമ്മയോടും പറയുമോ രാഹുൽ നിന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ വിവാഹം ഒഴിഞ്ഞതെന്ന്? അയ്യോ, ഞാനോ? അതിന് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാതെ നിന്നിട്ടില്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. പ്ലീസ് രാഹുൽ, പക്ഷെ ആ വിവരം നീ ഇവരോടൊന്നും പറയാതെ നിൽക്കുമോ? അതു പിന്നെ പ്ലീസ് രാഹുൽ, ഞാൻ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. പ്ലീസ് രാഹുൽ. നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാരണം തന്നെ ഞാൻ പറയണോ? വേറെന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? അതല്ല രാഹുൽ, നീ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ വേഗം ഈ വിവാഹം ഒഴിഞ്ഞു പോകും. നീ വേറെന്തെങ്കിലും കാരണം പറഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഈ വിവാഹം തന്നെ കൊണ്ടുവരും. സോന, നിനക്ക് ഞാൻ ആലോചിക്കാൻ സമയം തരാം. ഞാൻ കാത്തിരിക്കാം. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. നിനക്ക് എന്നോട് ഇഷ്ടം തോന്നുമ്പോൾ മാത്രം മതി വിവാഹം. എന്താ, സമ്മതമാണോ? ഇല്ല രാഹുൽ, എനിക്കങ്ങനെ തോന്നില്ല. അതെന്താ സോന നീ ഇങ്ങനെ തർപ്പിച്ച് പറയുന്നത്? നിനക്ക് വേറെ ആരോടെങ്കിലും എന്തെങ്കിലും പ്രേമമുണ്ടോ? അയ്യോ, ഇതുവരെയായിട്ടും ഇല്ല രാഹുൽ. പിന്നെ പിന്നെ എന്താ നീ ഇങ്ങനെ തർപ്പിച്ച് പറയുന്നത്? അത് പിന്നെ എന്താണെങ്കിലും തുറന്നു പറയൂ. ഹേയ്, ഒന്നുമില്ല. എനിക്ക് പഠിക്കണം, അത് തന്നെ. അതിന് സോന, നിനക്ക് വിവാഹം കഴിഞ്ഞാലും പഠിച്ചുകൂടെ? അത് പറ്റില്ല. പ്ലീസ് രാഹുൽ, നീ ഒന്ന് പപ്പയോടും അച്ഛമ്മയോടും പറയുമോ? സോന, ഞാൻ പറഞ്ഞത് ശരിയാണ്. നിനക്ക് വിവാഹം കഴിഞ്ഞാൽ എൻ്റെ കൂടെ അമേരിക്കയിൽ വരാം. ബാക്കി പഠിപ്പ് നിനക്ക് അവിടെ നിന്നും കംപ്ലീറ്റ് ചെയ്യാം. പറ്റില്ല രാഹുൽ, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഞാൻ എന്റെ ആഗ്രഹത്തിന് ഇത്രയും കാലം സ്വിറ്റ്സർലാൻഡിലായിരുന്നു പഠിച്ചത്. ഇനി എനിക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. ശരി സോന, നിന്നെ ഞാൻ അധികം നിർബന്ധിക്കുന്നില്ല. ഞാൻ ഇവരോട് പറയാം ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന്. നിനക്കെന്നെ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മടങ്ങും. സോറി രാഹുൽ, നീ ഒന്നും വിചാരിക്കരുത്. ഹോ, കുഴപ്പമില്ല സോന, എനിക്കിത് വിധിച്ചിട്ടില്ല, അത്ര തന്നെ. ഹോ, താങ്ക് യു രാഹുൽ. എക്സ്ക്യൂസ് മീ. എന്താ രാഹുൽ, ഇപ്പൊ തന്നെ നീ ഇവളെ കൂട്ടുകയാണോ? ഹോ, ഒന്ന് പോടാ അവിടുന്ന്. സോന, ഇതെന്റെ ഫ്രണ്ടാണ്. രാഹുൽ, എന്താ നിന്റെ ഫ്രണ്ടിന്റെ പേര്? ഹലോ, എൻ്റെ പേര് എബി. ഹായ് എബി. ഹായ് സോന. ഹോ, എബി എന്റെ പേരൊക്കെ പഠിച്ചോ? ഓ സോറി, ഞാൻ രാഹുൽ വിളിക്കുന്നത് കേട്ടിട്ട് വിളിച്ചതാണ്. സോന എന്നല്ലേ പേര്? അതെ അതെ, സോനാന്ന് തന്നെയാണ് പേര്. ഹോ, നൈസ് നെയിം. രാഹുൽ, എന്താ നമുക്ക് പോകണ്ടേ? നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോ? എന്താണ് രാഹുൽ നീ ഒന്നും മിണ്ടാത്തത്? എന്താ, എന്തു പറ്റി രാഹുൽ? നിങ്ങൾ സംസാരിച്ചില്ലേ? നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടോ? ഈ വിവാഹം നടക്കില്ലേ ബി? എന്ത്, വിവാഹം നടക്കില്ലെന്നോ? നീ എന്താണ് പറഞ്ഞത് രാഹുൽ? എനിക്ക് നിന്നോട് കുറെ കാര്യം സംസാരിക്കാനുണ്ട്. എന്താ, എന്തു പറ്റി? എബി, നമുക്ക് ഇവിടെ നിന്നും പോകാം. അതൊക്കെ ഞാൻ നിന്നോട് വിശദീകരിച്ച് പറഞ്ഞു തരാം. ശരി, എങ്കിൽ നമുക്ക് ഇവിടെ നിന്നും പോകാം. ഓക്കെ സോന, ഞങ്ങൾ പോവുകയാണ്. രാഹുൽ, ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കല്ലേ. ഹോ, ഇല്ല സോന. ശരി സോന, എന്നാൽ ഞങ്ങൾ പോവുകയാണ്. ഓ, ഇനിയിപ്പോൾ ഇവൻ എന്താണാവോ പപ്പയോടും അച്ഛമ്മയോടും പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിൽക്കാൻ എനിക്ക് വയ്യ. എന്നാലും ആരായിരിക്കും രാഹുലിന്റെ കൂടെ വന്നത്? എന്തായിരിക്കും അവന്റെ ബാക്ക്ഗ്രൗണ്ട്? അവനെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? ഇതിനു മുമ്പ് എനിക്ക് അവനെ പരിചയമുണ്ടായിരുന്നോ? ഷോ, ഇങ്ങനെ 100 ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാണ് അവനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്? ആരായിരിക്കും ആ നീലക്കണ്ണുള്ള രാജകുമാരൻ? ഇനി ഇവനായിരിക്കുമോ എന്റെ രാജകുമാരൻ? എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം. മമ്മി, ചെറുക്കനും സോനയും തമ്മിൽ സംസാരിച്ചോ? അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടോ? ഹോ, എടി മണ്ടി, അതൊക്കെ എനിക്കാണോ മനസ്സിലാവുക? നീയല്ലേ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? നിങ്ങളല്ലേ സമപ്രായക്കാർ. ഇങ്ങനെയും ഒരു പോത്ത്? എന്തിനാ മമ്മി എപ്പോഴും എന്നെ ഇങ്ങനെ പോത്ത് പോത്ത് എന്ന് വിളിക്കുന്നത്? നിന്നെ പോത്ത് എന്നല്ല വിളിക്കേണ്ടത്, കഴുതാനാ. ബുദ്ധി എന്ന് പറയുന്നത് ലെവലേശമില്ല അവൾക്ക്. എടി മരക്കഴുതേ, നീ ചെന്നിട്ട് അവളോട് മെല്ലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേ. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. ശരി മമ്മി, ഞാൻ അന്വേഷിക്കാം. ഇനി അഥവാ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ നീ എങ്ങനെങ്കിലും മുടക്കാനുള്ള വഴി ആലോചിക്കേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടണ്ടായിരുന്നു. അതൊന്നും നീ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നീ അങ്ങോട്ട് ചെന്നൊന്ന് അന്വേഷിക്കേ. ശരി മമ്മി. ഈറ്റാലൊരു ബെടുക്കൂസ്. ഊർമിളേ. ആ മായോ, എന്താ മായേ? വന്നവർ പോയോ മായേ? അതെ ഊർമിളേ, അവര് പോയി. എന്തായി മായ തീരുമാനം? എന്തെങ്കിലും വിവരം കിട്ടിയോ? അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടോ? ഒന്നും അറിയില്ല ഊർമിളേ. ഇനിയിപ്പോൾ അവൻ അങ്ങെത്തിയിട്ട് വിളിക്കത്തല്ലേ ഉള്ളൂ.
അതെ അതെ, ഇനി അവൻ വിളിക്കുന്നതും കാത്തു നിൽക്കാം. തമ്മിൽ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഓ മായേ, അവളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ? അവൾ സുന്ദരിയല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനപ്പൊരുത്തം വേണ്ടേ? അതും ശരിയാണ്. ഞാനും അടുക്കളയിലോട്ടേക്ക് ചെല്ലട്ടെ. ആമിൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആവോ? നോക്കിക്കൊടി മായേ, നിന്റെ മകൾക്ക് ഈ വിവാഹം നടക്കില്ല. നടക്കാൻ ഞാൻ വിടില്ല. അങ്ങനെ എന്റെ മകൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും നിന്റെ മകൾക്കും വേണ്ട. സമ്മതിക്കില്ല ഞാൻ അതിന്. ആ സോന എവിടെയാണാവോ ഉള്ളത്? ഇനി അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? അവളോട് തന്നെ ചോദിച്ചു നോക്കണം. ഹാ, അവൾ അവിടെ ഉണ്ടല്ലോ. സോന, സോന, ഇവളേത് ലോകത്താണാവോ ഉള്ളത്? വിളിച്ചിട്ടൊന്നും അറിയുന്നില്ലല്ലോ. ഹലോ സോന. അല്ല പെണ്ണെ, നീ ഇതേത് ലോകത്താണ്? വിളിച്ചിട്ടൊന്നും അറിയുന്നില്ലല്ലോ. ഓ വർഷ, നീയോ? എന്താ, കാണാൻ വന്ന ചെറുക്കനെ കുറിച്ച് ആലോചിക്കുകയാണോ? നീ ഏതോ സ്വപ്ന ലോകത്താണല്ലോ ഉള്ളത്. എനിക്ക് മനസ്സിലായി, അവനെ കുറിച്ച് ആലോചിക്കുകയാണല്ലേ. അയ്യോ അല്ല. അല്ലേ? വെറുതെ നീ നുണ പറയണ്ട. അവൻ പോയപ്പോൾ തൊട്ട് നീ ആലോചിക്കാൻ തുടങ്ങിയതാ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കൊക്കെ മനസ്സിലായി, നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇല്ല വർഷ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടില്ല. വെറുതെ നീ കളവ് പറയണ്ട, എനിക്കൊക്കെ മനസ്സിലായി. സത്യമാണ് വർഷ ഞാൻ പറയുന്നത്, എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. സത്യമാണോ സോന നീ പറയുന്നത്? അതെ വർഷ, സത്യമാണ്. സത്യമായിരിക്കുമോ ഇവളി പറയുന്നത്? അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ആ ചെറുക്കൻ എനിക്ക് സ്വന്തമാകുമോ? വർഷ, എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ തമ്മിൽ ചേരില്ല. എനിക്ക് എന്റെ മനസ്സുകൊണ്ട് അവനെ അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. അതെന്താ സോന? അറിയില്ല വർഷ. അല്ലെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യമില്ല എന്ന്. അല്ലെങ്കിലും സോന, ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിൽക്കുന്നതിലും നല്ലത് വല്ല തീവണ്ടിക്കും പോയി തലവെക്കുന്നതാ. അല്ല സോന, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഇനി നിനക്ക് വല്ല പ്രേമവുമുണ്ടോ? അതാണോ നീ വിവാഹത്തിനൊന്നും നിൽക്കാത്തത്? ഏയ്, ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും ഇല്ല വർഷ. ശരി, ഞാൻ അകത്ത് പോയി റെസ്റ്റ് എടുക്കട്ടെ വർഷ. എനിക്ക് നല്ല തലവേദന വരുന്നുണ്ട്. ഒന്നിനും ഒരു മൂഡില്ല. ഓക്കെ സോന. ഓ, എന്റെ പ്രാർത്ഥന ഫലിച്ചെന്നാണ് തോന്നുന്നത്. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇനി രാഹുൽ എനിക്ക് സ്വന്തം. എങ്ങനെയെങ്കിലും അച്ഛമ്മയുടെ കയ്യും കാലും പിടിച്ച് അവനെ എനിക്ക് സ്വന്തമാക്കണം. എത്രയും പെട്ടെന്ന് മമ്മിയോട് ഈ സന്തോഷ വാർത്ത പറയണം. മോളെ വർഷ, നീ എന്താക്കുകയാടി ഒറ്റയ്ക്ക് ഇവിടുന്ന്? എന്താ, എന്ത് പറ്റി? നിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. ഹോ മമ്മി, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താണത്? മമ്മി, സോനയ്ക്ക് രാഹുലിനെ ഇഷ്ടപ്പെട്ടില്ല. എന്ത്? ഇഷ്ടപ്പെട്ടില്ലെന്നോ? സത്യമാണോ നീ പറയുന്നത്? പിന്നല്ലാതെ. അതെ മമ്മി, ഇതൊക്കെ ഞാൻ കളവ് പറയുമോ? സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതെന്താ? എന്താ കാരണം? കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. ഹോ, അതുകൊണ്ട് ഈ വിവാഹം എന്തായാലും നടക്കില്ല. നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു. ഇനി എങ്ങനെയെങ്കിലും അച്ഛമ്മയെ സോപ്പിട്ടിട്ട് അവനെ എനിക്ക് സ്വന്തമാക്കണം. അങ്ങനെ ഞാനൊരു കോടീശ്വരന്റെ ഭാര്യയാകും. അയ്യോ, എന്റെ മോളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നാ മതിയായിരുന്നു. നടക്കും മമ്മി, നടക്കും. മമ്മി നോക്കിക്കോ, എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. എന്നാലും എന്തായിരിക്കും അവർ തമ്മിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം? എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ ആയല്ലോ. നമുക്കത് മതിയില്ലേ? നീ പറഞ്ഞത് ശരിയാണ്. വാ മമ്മി, നമുക്ക് അച്ഛമ്മയോട് ഈ വിവരം ചെന്ന് പറയാം. അതെ അതെ, വേഗം വാ നീ. അമ്മേ. ആ, എന്താടി ഊർമിളേ? അമ്മേ, സോനയ്ക്ക് രാഹുലിനെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ സാധ്യത ഉണ്ടാവില്ല അല്ലേ അമ്മേ? ഡീ, എന്താടി നീ പറഞ്ഞത്? നാക്കിന് ലൈസൻസ് ഇല്ല എന്ന് കരുതി എന്ത് തോന്നിവാസം വിളിച്ചു പറയാമെന്നായോ? അതും എന്റെ മുഖത്ത് നോക്കി പറയാൻ എവിടുന്ന് വന്നടി നിനക്ക് ഇത്രയും ധൈര്യം? അവൾ ഇളിച്ചോണ്ടും വന്ന് അനാവശ്യം പറയുന്നു. അയ്യോ അല്ലമ്മേ, ഞാൻ സത്യമാ പറഞ്ഞത്. ഡി, വെറുതെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയും. അല്ലമ്മേ, സത്യമായിട്ട് ഞാൻ സത്യമാ പറഞ്ഞത്. സോന ദാ ഈ വർഷയോട് പറഞ്ഞതാണ് അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതെ അച്ഛമ്മേ, അവൾ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു അവൾ? അവളെങ്ങാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രണ്ടിനെയും പിടിച്ച് ഞാൻ വെളിയിൽ തള്ളും, മനസ്സിലായോ? സത്യം അച്ഛമ്മേ, അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് രാഹുലിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല എന്ന്. അച്ഛമ്മ വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? ഡാ മോനെ മഹേഷേ, നമ്മുടെ മോള് സോനയ്ക്ക് ചെറുക്കൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? അയ്യോ, എനിക്കറിയില്ലമ്മേ, അങ്ങനെ ആരാണ് പറഞ്ഞത്? ഡാ, ഈ വർഷ പറഞ്ഞല്ലോ.
സത്യമാണെങ്കിൽ അവൾ എന്നോട് പറഞ്ഞതാണ് അവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അമ്മേ, അവൾ ആദ്യമേ പറഞ്ഞതല്ലേ അവൾക്ക് വിവാഹത്തിനൊന്നും താല്പര്യമില്ല എന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതൊക്കെ പയ്യെ പയ്യെ അങ്ങ് ഇഷ്ടപ്പെട്ടോളൂ. ഇപ്പോഴത്തെ അവരുടെ വാക്കുകളൊന്നും നോക്കണ്ട. എന്നാലും ഇവൾ പറഞ്ഞ സത്യമാണോ എന്ന് അവളോട് തന്നെ ചോദിക്കണ്ടേ? അവൾ എവിടെ? എനിക്ക് അവളോട് സംസാരിക്കണം. അവൾ മുറിയിലുണ്ടമ്മേ. ഞാനൊന്ന് ചെന്ന് സംസാരിച്ചിട്ട് വരട്ടെ. മമ്മി, ഇനിയെങ്ങനെ അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമോ? അയ്യോടി, അങ്ങനെ എങ്ങനെ പറയുമോ അവള്? അങ്ങനെ എങ്ങനെ അവൾ പറഞ്ഞാൽ നമ്മൾ പെട്ടു. മോളെ സോന, സോന. ഹോ, എന്താ അച്ഛമ്മേ? മോളെ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? അയ്യോ, എന്ത് പറ്റി അച്ഛമ്മേ? മോളെ, വർഷ പറഞ്ഞത് സത്യമാണോ? നിനക്ക് നിന്നെ പെണ്ണ് കാണാൻ വന്ന രാഹുലിനെ ഇഷ്ടപ്പെട്ടില്ലേ? അത് പിന്നെ അച്ഛമ്മേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വിവാഹത്തിനൊന്നും താല്പര്യമില്ല എന്ന്. മോളെ, നിനക്ക് അതുകൊണ്ടാണോ ഇഷ്ടപ്പെടാത്തത്? അല്ലെങ്കിൽ പയ്യൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? എനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യമില്ല, അത് തന്നെ കാര്യം. ഹോ, അതാണ് കാര്യമെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ വിചാരിച്ചു നിനക്ക് അവനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന്. അവർ എത്ര വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് പറഞ്ഞു, അല്ലേ അമ്മേ? അതെ അതെ. നിന്റെ ഇഷ്ടം പോലെ നീ പഠിച്ചോ, എന്നിട്ടൊക്കെ മതി വിവാഹം. പക്ഷേ പയ്യൻ അപ്പോഴും ഇത് തന്നെയായിരിക്കും. ഞാനും പേടിച്ചു പോയി, ഇവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പം അവരോട് ഇവക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലേ മോനെ? പിന്നെന്താ അമ്മേ, അവൻ എന്റെ ഫ്രണ്ടിന്റെ മോനല്ലേ. നമ്മുടെ ആവശ്യം പറഞ്ഞാൽ അവർ അംഗീകരിക്കും. ശരി മോളെ, നീ എന്നാ റെസ്റ്റ് എടുത്തോ. അയ്യോ, ഞാൻ വീണ്ടും പെട്ടോ. ഇവർ ഈ വിവാഹം ഉറപ്പിക്കുമോ? എനിക്ക് തോന്നുന്നത് ഇവർ ഈ വിവാഹം ഉറപ്പിക്കുമെന്നാണ്. ഇതിൽ നിന്നും ഒഴിവാകാൻ എന്താണ് ഒരു വഴി? രാഹുൽ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇവരോട് പറഞ്ഞാൽ ഈ വിവാഹം നടക്കില്ല. പക്ഷേ അവൻ അത് ഇവരോട് പറയുമോ? രാഹുലിനെ കോണ്ടാക്ട് ചെയ്യാൻ എന്താണ് ഒരു വഴി? പപ്പയോട് ചോദിച്ചാൽ നമ്പർ തരുമായിരിക്കും. പപ്പയോട് നമ്പറിന് ചോദിക്കാം, അതാ നല്ലത്. പപ്പ, പപ്പ. എന്താ മോളെ സോന, നീ എന്നെ വിളിച്ചോ? വിളിച്ചു പപ്പ. ഹാ, എന്താ മോളെ കാര്യം? പപ്പ, അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ പപ്പ എനിക്ക് സാധിപ്പിച്ചു തരുമോ? സോന, മോൾ ചോദിച്ച ഏത് കാര്യമാ ഇതുവരെ ഈ പപ്പ സാധിപ്പിച്ചു തരാണ്ട് നിന്നത്? മോളെ ധൈര്യമായി ചോദിക്ക്, എന്താ എന്താ വേണ്ടത്? അത് പിന്നെ പപ്പ, എനിക്ക് പപ്പ രാഹുലിന്റെ നമ്പർ തരുമോ? രാഹുലിന്റെ നമ്പറോ? മോൾ തന്നെയാണ് ഈ ചോദിക്കുന്നത്. തീർച്ചയായും പപ്പ തരും. മോക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കൊണ്ടാണ് പപ്പ അങ്ങോട്ട് പറയാണ്ട് നിന്നത്. എന്തായാലും നന്നായി, പപ്പ തരാം കേട്ടോ. മോള് നോട്ട് ചെയ്ത് വെച്ചോളൂ,